ഡിബേറ്റ് വിത്ത് മാധു സജി. കൈയടിക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈ ദിനം അല്ലെങ്കിൽ മറ്റെന്നാണ് നമ്മളത് ചെയ്യേണ്ടത്. ആണിവെച്ചടിച്ച ലാത്തികൾക്കും പെല്ലറ്റ് ഗണ്ണുകൾക്കും പോലീസ് അതിക്രമങ്ങൾക്കും കീഴടങ്ങാതെ നീതിക്ക് വേണ്ടി തീയായി ജ്വലിക്കാൻ യുവാക്കളുണ്ട് നമുക്ക്. ചിറകുകളിൽ തീയുള്ള പാറ്റകൾ, അഭിമാനിക്കൂ. ഇത് ഇന്ത്യയുടെ തിരിച്ചുവരവാണ്. 20ഓളം കുഞ്ഞുങ്ങൾ, ഇനിയില്ല ഞങ്ങൾ തോറ്റുപോയെന്നില്ലാതെ പോയവർ, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, പേരുപോലും അറിയാത്തവർക്കായി തെരുവുകളിൽ തല്ലുകൊള്ളാൻ ഇറങ്ങിയവർക്ക് മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു കേന്ദ്രത്തിന്. അഭിജിത് ദീപ്കെ എന്തൊരു മനുഷ്യനാണ്, എന്തൊരു നിയോഗമാണ്. ഒറ്റയ്ക്കൊരു മനുഷ്യനായി പറന്നിറങ്ങിയ 1000 മനുഷ്യരുടെ മുഖമായി മാറിയവൻ. പട്ടിണി കൊണ്ട് പ്രതിരോധം തീർത്ത സോനം വാങ്ചുക്, മിന്നൽ സമരമായി കളം നിറഞ്ഞ രാഹുൽ ഗാന്ധി, ഗാന്ധിയാണ് വെളിച്ചമെന്നും പോരടിക്കുമെന്നും പ്രഖ്യാപിച്ച പ്രതിപക്ഷം, പൊതിഞ്ഞു പിടിച്ച സമരഭൂമി, ഇന്ത്യയുടെ ആത്മാവ് തുടിച്ച ജന്തർ മന്ദിർ, ഉൾക്കരുത്തുകൊണ്ട് ഇടിവണ്ടികളെ പിടിച്ചു നിർത്തിയ, ലാത്തിക്കും തോക്കിനും ജലപീരങ്കിക്കും മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഇന്ത്യ എന്ന മഹാരാജ്യം കടപ്പെട്ടിരിക്കുന്നു. പടിയിറങ്ങുന്ന പ്രധാൻ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ വിജയമാണ്. ഗതികെട്ടാണ് പടിയിറക്കം. നമ്മളോടൊപ്പം ശ്രീ എ റഹീം MP CPM-ൽ നിന്ന്, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, ഡോക്ടർ ജയപ്രസാദ് വലത് നിരീക്ഷകൻ, ശ്രീ ഫ്രെഡി ഫ്രാൻസിസ് CJP-ൽ നിന്ന്, ശ്രീ ആഷിഖ് അബു സംവിധായകൻ. വിപുലമായ പാനലാണ്. വിശദമായ ചർച്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അഡ്വക്കേറ്റ് എ റഹീം, ഇന്ന് ഈ രാജ്യം അഭിമാനബോധത്തോടെ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. ഒരു അനീതി ഉണ്ടായാൽ മനസ്സിൽ തീയുള്ള മനുഷ്യർ എതിർത്തുനിന്ന് വിരലുയർത്തിപ്പിടിച്ച് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് സ്വാഭാവികമായി മറുപടി നൽകേണ്ട ഉത്തരവാദിത്തം ഈ സർക്കാരിന്റെ ഏത് അധികാരത്തിനും ഉണ്ടാകും എന്നുള്ള വിജയ ദിവസം കൂടിയാണ് ഇന്ന് എന്ന് ഓർക്കേണ്ടതുണ്ട്. ഡോക്ടർ ജിൻഡോ ജോൺ, കോൺഗ്രസ് ഒരു വലിയ പിന്തുണ നൽകിയിട്ടുണ്ട് ഈ സമരത്തിന്. പക്ഷെ അപ്പോഴും ഈ വിഷയം ആദ്യം ഉന്നയിച്ചത് നമ്മളൊക്കെ രാഷ്ട്രീയവാദികളെന്നോ രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്ന് എഴുതിത്തള്ളിയ ഒരു തലമുറയാണ് ഒരു പരിധിവരെ. ഈ ദിവസം കേന്ദ്രത്തിന് മുട്ടുമടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നാണ് ധരിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക്? മാധു, അതിലൊരു കറക്ഷനുണ്ട്. ഈ വിഷയം ആദ്യം ഉന്നയിച്ചത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്രോക്രോച്ച് ജനതാ പാർട്ടി ആണെന്നാണെങ്കിൽ അങ്ങനെയല്ല. ഈ വിഷയം ആദ്യം ഉന്നയിച്ചത് രാജ്യത്തെ മുഖ്യധാര വിദ്യാർത്ഥി യുവജന സംഘടനകളായിട്ടുള്ള SFIയും NSUയും ഉൾപ്പെടെയുള്ള സംഘടനകളാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളാണ്. കാരണം മെയ് 3-ാം തീയതി ചോദ്യപേപ്പർ ചോർച്ചയുണ്ടാകുന്നതിന് ശേഷം മെയ് 13-ാം തീയതി NSUയുടെ നേതൃത്വത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടന്നു. 14-ാം തീയതി അഹമ്മദാബാദ് സന്ദർശന വേളയിൽ അവിടെ സമരം നടന്നു. അത് കഴിഞ്ഞ് 27-ാം തീയതി അദ്ദേഹത്തിന്റെ ഭുവനേശ്വറിലെ വസതിയിലേക്ക് മാർച്ച് നടന്നു. ജൂലൈ 17-നും ജൂൺ 17-നും വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് രാജസ്ഥാനിലെ കോട്ടയിലും ഡെറാഡൂണിലും രാഹുൽ ഗാന്ധിയുടെ പൊതുസമ്മേളനങ്ങളും റാലികളും നടന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ സമരത്തിന് വേറൊരു മാനം വന്നത് ക്രോക്രോച്ച് ജനതാ പാർട്ടിയുടെ രംഗപ്രവേശത്തോടു കൂടിയാണ്. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുൻപ് നമ്മൾ കർഷക സമരം നടന്നപ്പോൾ, അല്ലെങ്കിൽ CAA വിരുദ്ധ സമരം നടന്നപ്പോൾ, അല്ലെങ്കിൽ SIR വിരുദ്ധ സമരം നടന്നപ്പോൾ, ഈ രാജ്യത്ത് ഓരോ സമരങ്ങൾ നടന്നപ്പോഴും ഈ സമരങ്ങളുടെ കാരണങ്ങൾ എന്റേതല്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ പോലും ഈ സമരത്തിന് രംഗത്ത് വന്നു എന്നുള്ളതാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ രംഗത്ത് വന്ന മനുഷ്യരിൽ BJPക്ക് കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളും ആ കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അടക്കം വന്നു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ ഇതിന്റെ വിജയം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് പോലെ പാർട്ടികൾക്കും പാർട്ടിക്കാർക്കും പ്രതിപക്ഷത്തിനും പാർട്ടി ഇല്ലാത്തവർക്കും അവിടേക്ക് ഒരു പൊതി ചോറ് വിതരണം കൊടുത്തുവിട്ട ആളുകൾക്ക് പോലും അവകാശപ്പെട്ടതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശോഭ കെട്ടുപോകരുതെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ്. ഞാൻ വിചാരിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ആ ഉത്തംഗ ശൃംഗത്തിൽ നിൽക്കുന്ന ഇന്ത്യയിലെ കേന്ദ്ര മന്ത്രിസഭയുടെ ദാഷ്ട്യത്തിന്റെ പരാജയത്തിന്റെ ആദ്യ ഘട്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതിലെ പ്രധാന പ്രതിയായിട്ടുള്ള നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾക്ക് ഇതിന് സമാനമായ സാഹചര്യം കാത്തിരിക്കുകയാണ്. എത്രയോ വട്ടം ഈ രാജ്യത്തെ മനുഷ്യരോട് കള്ളം പറഞ്ഞുകൊണ്ട് പോയത്. നമ്മൾ ഈ സമരത്തിന്റെ ഓരോ ഘട്ടം 36-ാം ദിവസം രാജിയിലേക്ക് പോകുമ്പോൾ ഇതിന്റെ പല ഘട്ടത്തിൽ ഈ സമരം തുടങ്ങാനായിട്ട് ഈ പാർട്ടി ഉണ്ടാകാൻ തന്നെ കാരണം രാജ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഈ ഭരണകൂടം മാത്രമല്ല, ഭരണകൂടത്തിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന കോടതി മുറികളും ജഡ്ജിമാരും, അതിനു വേണ്ടിയിട്ട് പേനയുന്ന ഗോദി മീഡിയ, വ്യാജ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ വ്യാജ ഇൻഫ്ലുവൻസേഴ്സ്, നമ്മുടെ നാട്ടിലും അത്തരം ചില ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ യുവാക്കൾ തെരുവിൽ പോരാടി നേടിയ ഈ വിജയത്തിന് ഒരുപാട് മാനങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശോഭ തിരിച്ചു പിടിക്കുന്ന ദിവസമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. JP നദ്ദ ഈ സമരക്കാർ
സർക്കാരുമായിട്ട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ച നിമിഷം മുതൽ ഈ സമരം ജയിച്ചു തുടങ്ങി എന്നാണ് എന്റെ നിരീക്ഷണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനുശേഷം 2 ദിവസം ഇന്ത്യൻ പാർലമെന്റ് ആരാദ്യം പറഞ്ഞു എന്നതൊന്നുമില്ല. അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ഒരു മാനം വരുന്നത് CJP എന്ന പാർട്ടി രംഗത്ത് വന്നതോടുകൂടിയാണ്. മാത്രമല്ല പ്രതിപക്ഷം മാത്രം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയം എന്ന നിലയ്ക്ക് ആരോപണം ഉന്നയിക്കാൻ കഴിയുമായിരുന്നു കേന്ദ്രത്തിന്. ഇത് ഒരു പൊതുജന സമൂഹത്തിന്റെ സമരമായി, ഇന്ത്യയുടെ സമരമായി മാറി. അതുകൊണ്ട് ആ വിജയം ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് എന്നതുകൂടി പറയുന്നു. ശ്രീ KC വേണുഗോപാൽ, ACC ജനറൽ സെക്രട്ടറി നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ KC വേണുഗോപാൽ, വലിയ ത്യാഗമാണ്, വലിയ സഹന സമരമാണ് ദില്ലി കണ്ടത്. ഒരു പക്ഷേ പോയ ഒരു 10 കാലം ദില്ലി കണ്ടതിൽ വെച്ച ഏറ്റവും മഹത്തായ സമരം എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഓരോ നിമിഷവും അവരോടൊപ്പം ചേർന്നുകൊണ്ട് കോൺഗ്രസിന്റെ ഓരോ നേതാക്കളും CPM-ന്റെ ഓരോ നേതാക്കളും ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്കെടുത്തു പറയാൻ കഴിയുന്ന അഭിമാനമുള്ള ഒരുപാട് പേരുകൾ സമ്മാനിച്ച ഒരു സമരം കൂടിയാണ് ഈ കടന്നുപോയത്. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന് മുട്ടുകുത്തേണ്ടി വന്നത്? പരമാവധി ശ്രമിച്ചു, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റെന്തുമാകാം എന്ന് പറഞ്ഞു, എന്നിട്ടും മുട്ടുകുത്തേണ്ടി വന്നു. അതങ്ങനെയാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് അന്തിമമായി വിജയിക്കും നമ്മുടെ നാട്ടിൽ. ഇന്ത്യ ജനാധിപത്യത്തെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചൊരു മഹത്തരമായ രാജ്യമെന്ന നിലയിൽ ആരൊക്കെ അതിനെ തകർക്കാൻ ശ്രമിച്ചാലും അന്തിമ വിജയം ജനാധിപത്യത്തിനായിരിക്കും എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഈ സമരത്തെ ഗവൺമെന്റ് നേരിട്ട രീതി ആദ്യം മുതലേ മനസ്സിലാക്കിയാൽ അവർക്ക് പരമപുച്ഛമായിരുന്നു. ഇത് CBSE നീറ്റ് എക്സാമിനേഷൻ ലീക്ക് ഇന്നവർ പ്രഖ്യാപിച്ച് കഴിഞ്ഞ 2-3 ദിവസക്കാലമായിട്ട് അവർ നെട്ടോട്ട് ഓടുകയായിരുന്നല്ലോ പ്രഖ്യാപനങ്ങളുമായിട്ട്. എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ, എന്തെല്ലാം നിയമനിർമ്മാണങ്ങളുടെ രീതികൾ. കഴിഞ്ഞ 12 കൊല്ലക്കാലം ഈ പ്രശ്നം ഉന്നയിച്ച് നിൽക്കുമ്പോൾ അവരെവിടെയായിരുന്നു? 20 വിദ്യാർത്ഥികൾ അവരുടെ സ്വപ്നങ്ങളുമായി ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവരെവിടെയായിരുന്നു? എവിടെയുമായിരുന്നു. അവരുടെ അഹന്തയും ധിക്കാരവും ധാർഷ്ട്യവും അതുപോലെ തന്നെ അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞൊരു ഭരണകൂടത്തിന്റെ പ്രതിഫലനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയായിരുന്നു. ഈ പരീക്ഷകളിലെ ചോർച്ച അവസാനിപ്പിക്കണം, പരീക്ഷകളുടെ വിശ്വാസ്യത നേടിയെടുക്കണം. കാരണം ഒരു പാവപ്പെട്ട വിദ്യാർത്ഥികൾ അവരുടെ ഭാവിയാണ് ഓരോ പരീക്ഷയിലും അർപ്പിക്കുന്നത്. അവരുടെ സ്വപ്നങ്ങളാണ്, ജീവിതത്തെക്കുറിച്ചുള്ള മുഴുവൻ സ്വപ്നങ്ങളാണ് അർപ്പിക്കുന്നത്. അതിനെ മുഴുവൻ കരിച്ചു കളയാൻ തീരുമാനിച്ചിട്ട് പരീക്ഷാ പേപ്പർ ചോർച്ച ഒന്നിന് പിറകെ ഒന്നായി 100 കണക്കിന് പരീക്ഷാ ചോർച്ചകൾ ഈ കാലഘട്ടത്തിൽ വരുമ്പോൾ ഇതെല്ലാം നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന ഗവൺമെന്റ്, ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന മന്ത്രി, ഇതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആവശ്യപ്പെടുന്നവര് മോശക്കാരാക്കി മാറ്റാൻ എല്ലാത്തിനും ഒറ്റമൂലിയുണ്ടല്ലോ, വർഗീയത അവരെ ആളിക്കത്തിക്കുക, അതിനെ നേരിടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഉന്നയിക്കുന്നവരെ മോശക്കാരാക്കുക. ഇതായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഇന്ത്യയിലെ വിദ്യാർത്ഥികള്, യുവത അതിമനോഹരമായി മറുപടി കൊടുത്തു. ഞാൻ അവരെ സല്യൂട്ട് ചെയ്യാണ്. ഇന്ത്യയിലെ സ്റ്റുഡൻസ്, നമ്മൾ അവരെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ, തീർത്തും രാഷ്ട്രീയ ബോധമുള്ള 15 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ സമരത്തിൽ ഏറ്റവും കൂടുതൽ അണിനിരന്നത്. യുവതയാണ് അണിനിരന്നത്. അവരുടെ നിശ്ചയദാർഢ്യം, എന്തെല്ലാം പീഡനങ്ങൾ സഹിച്ചു. അവർക്ക് രാഷ്ട്രീയത്തിന്റെ ഒരു കൊടി ഉണ്ടായിരുന്നില്ല. ആരും അവരോട് കൊടി പിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമില്ലായിരുന്നു. അവര് ഒറ്റക്കെട്ടായി അണിനിരന്നു. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അവരുടെ പിന്നിലാണ് ഞങ്ങൾ അണിനിരന്നത്. ആ വിദ്യാർത്ഥികളുടെ, ആ യുവതയുടെ പിന്നിലാണ് ഞങ്ങൾ അണിനിരന്നത്. കാരണം അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ്, ജെന്യൂനാണ്. ഞങ്ങൾ കുറെ നാളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. റെസിഗ്നേഷൻ, അതിനുശേഷം ചർച്ച എന്നുള്ളത്. റെസിഗ്നേഷൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ എങ്ങനെയാണ് പോലീസ് ഈ അതിക്രമം നടത്തിയത്? എങ്ങനെയാണ് പ്രതിപക്ഷത്തിന് നേരെ അടക്കം ഈ അതിക്രമം നടത്തിയത്? എങ്ങനെയാണ് മുള്ളുവെച്ച ലാത്തി പ്രയോഗിക്കപ്പെട്ടത്? എങ്ങനെയാണ് സ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടായത്? എങ്ങനെയാണ് നെയിം ബോർഡ് ഇല്ലാത്ത പോലീസുകാർ അവിടെ ഉണ്ടായത്? എങ്ങനെയാണ് യൂണിഫോം ഇല്ലാത്ത പോലീസുകാർ അവിടെ ഉണ്ടായത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പാർലമെന്റിൽ ഉന്നയിക്കില്ലേ? ഇതിനെല്ലാം എണ്ണി ഞങ്ങൾ മറുപടി പറയിപ്പിക്കും. ഇത് ആദ്യം എന്തായിരുന്നു? തിങ്കളാഴ്ച ഞങ്ങൾ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. അവർക്ക് അക്ഷരം വേണ്ടിയില്ല. അപ്പൊ തന്നെ സഭ പിരിച്ചു വിട്ടു. തിങ്കളാഴ്ചയാണ് പിന്നെ ആക്രമണം ഉണ്ടാകുന്നത്. വീണ്ടും ചൊവ്വാഴ്ച വീണ്ടും സംഭവങ്ങൾ ആവർത്തിച്ചു. ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് ഞങ്ങൾ കടന്നു കയറി എന്നൊക്കെ പറഞ്ഞോട്ടെ. പക്ഷേ ഞങ്ങൾക്കറിയാമായിരുന്നു സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ സമാനതകളില്ലാത്ത ആക്ഷൻ വേണം തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ പോയത്. ഞങ്ങളെ കൈകാര്യം ചെയ്ത രീതി നിങ്ങളെല്ലാം കണ്ടതാണല്ലോ. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ പോലും ഞങ്ങളടക്കമുള്ള MP-മാരെ എങ്ങനെ ഈ ഡൽഹി പോലീസ് കൈകാര്യം ചെയ്തു. അതിലൊന്നും ഞങ്ങൾക്ക് വിഷമമില്ല. കുട്ടികളെ കൈകാര്യം ചെയ്ത രീതി കണ്ടവരല്ലേ നമ്മള്. അതിനപ്പുറം എന്താ ഉള്ളത്? ആ പാവപ്പെട്ട കുട്ടികളോട് താങ്കളിപ്പോ പറഞ്ഞതുപോലെ കാണിച്ച ആ ക്രൂരത. അപ്പോ അതിനകത്തൊരു സംശയമില്ല. ഇതിനെല്ലാം എണ്ണി പരിഹാരം കാണണം. ഈ ആക്രമിച്ച ഈ കുട്ടികളെ, നിരപരാധികളായ കുട്ടികളെ പോലും, അല്ലെങ്കിൽ സമരം ചെയ്യാൻ വന്ന കുട്ടികളെ ഈ ക്രൂരമായിട്ട് ഹീനമായി ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം നിയമത്തിന്റെ മുന്നിൽ വന്നേ മതിയാകൂ. ഇനി ഇത് ആവർത്തിക്കാൻ പറ്റില്ല. നിയമം അവർക്ക് ബാധകമാക്കണം. അതുപോലെ തന്നെ
കൃത്യമായിട്ട് ഇവർ പുതിയ നിയമനിർമ്മാണം പറഞ്ഞു. ഞങ്ങൾ നോക്കട്ടെ, ബില്ലിലെ പ്രൊവിഷൻസ് ഒക്കെ നോക്കട്ടെ. പഴുതടച്ച നിയമനിർമ്മാണം വേണം. അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച രാവിലെ 9:45 നമ്മുടെ പ്രതിപക്ഷ കക്ഷികളുടെ യോഗം പാർലമെന്റിൽ മല്ലികാർജ്ജുന ഖാർഗെജിയുടെ മുറിയിൽ ചേരുന്നുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ കൃത്യമായ നിലപാടെടുക്കും. ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളും നടത്തിയ ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ വിജയം കൂടി തന്നെയാണിത്. ഞങ്ങൾ കുട്ടികളോടൊപ്പമായിരുന്നു. അവരുടെ ഡിമാൻഡായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ്, രാജ്യത്തിന്റെ ഡിമാൻഡായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ്. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, CJP എന്ന പാർട്ടിയെ കോൺഗ്രസ് അത് അവർക്ക് അർഹമായ ഒരു അക്നോളജ്മെന്റ് നൽകില്ലേ? എന്തുകൊണ്ടാണ് CJP എന്നൊരു പേര് ഉന്നയിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടോ കോൺഗ്രസിന്? അങ്ങനെയൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല. ഇത്തരം മൂവ്മെന്റുകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ രാജ്യത്ത്. ഈ മൂവ്മെന്റുകളെ ഒന്നും ഞങ്ങൾ ചെറുതായിട്ടൊന്നും കാണുന്നില്ല, വില കുറച്ച് കാണുക, അവരെ അവമതിക്കാനും തയ്യാറാവുന്നില്ല. പക്ഷെ ഇവര് മൂവ്മെന്റ് ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങളുമായി ഞങ്ങൾ വന്നിരുന്നു. ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ വേദിയിൽ പോകുന്നില്ല. പോയിരുന്നൊക്കെ പറഞ്ഞേനെ. രാഹുൽ ഗാന്ധി വന്ന് അത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്, രാഷ്ട്രീയം കൊണ്ടുവരികയാണ്, ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു അട്ടിമറി സമരമായിട്ട് ഇത് കൊണ്ടുവരുമായിരുന്നു, ഇതൊക്കെ പറയായിരുന്നല്ലോ. അതിനൊന്നും അവസരം കൊടുത്തില്ല. ഞങ്ങൾ ശക്തമായിട്ട് സമരം ചെയ്തു. ഇന്ത്യ കണ്ടിട്ടില്ലാത്ത, വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത സമരം ഞങ്ങൾ നടത്തി, പോരാട്ടങ്ങൾ നടത്തി, പാർലമെന്റ് അകത്ത് നടത്തി, പുറത്ത് നടത്തി, ഇന്ത്യ ഒട്ടുക്കും നടത്തി, ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിലും നടത്തി. ഇതെല്ലാം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ കോഴ്സിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ, ആ കാര്യം സംശയമില്ല. ആരെയും വില കുറച്ച് കാണിക്കാനോ ആരെയും മോശമാക്കാനോ ഒന്നും ഞങ്ങൾ തയ്യാറാവുന്നില്ല. എന്തിന്റെങ്കിലും ക്രെഡിറ്റ് എടുക്കാനും ഞങ്ങൾ അമിതമായി അവകാശപ്പെടാറില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ, ധാർഷ്ട്യം എന്ന് പറഞ്ഞത് തന്റെ മുഖമുദ്രയാക്കി മാറ്റിയ 56 ഇഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പരാജയമാണിത്. അദ്ദേഹം തല കുനിച്ച് മുട്ടുമടക്കി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ആ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ്. വളരെയധികം നന്ദി ശ്രീ KC വേണുഗോപാൽ. വലിയ തിരക്കുള്ള ഈ ദിവസവും ഞങ്ങളോട് ഈ സമയത്ത് സംസാരിച്ചതിന്. ശ്രീ A. റഹീം, എനിക്ക് ഈ ദിവസം അങ്ങ് ഈ ചർച്ചയിൽ അതിഥിയായി വന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഓരോ ദിവസവും അങ്ങ് വൈകുന്നേരങ്ങളിൽ, രാത്രികളിൽ അവിടെ പോയി നിൽക്കുകയും ആ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു. ഈ രാത്രിയിൽ ക്ഷീണിച്ചുറങ്ങുന്ന വിദ്യാർത്ഥികളോട് സംവദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ആ സമരവേദിയിൽ ഏറ്റവും കൂടുതൽ എത്തിപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ശ്രീ A. റഹീം. ഈ സമരം വിജയിക്കും എന്ന് കരുതിയിരുന്നു, അതോ ഈ പറയുന്നത് പോലെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് പറയുന്ന ഒരു ഇരുമ്പ് മറയ്ക്ക് മുന്നിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ എപ്പോഴും ശക്തമായ ഒരു മുദ്രാവാക്യമാണ് എന്നതുകൊണ്ട് പരമാവധി പിന്തുണ എന്നൊരു പ്രതീക്ഷ മാത്രമാണ് ഉണ്ടായിരുന്നത്? ഇല്ല, വളരെയധികം ആവേശഭരിതമായിരുന്നു, ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഇന്ന് ഇത് കയ്യിൽ പിടിച്ച്, ഇന്ത്യൻ ഭരണഘടന കയ്യിൽ പിടിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതാണ് തുടക്കത്തിൽ നല്ലത് എന്ന് കരുതുകയാണ്. കാരണം നേരത്തെ ചോദിച്ചില്ലേ മാധു, അവരെ കണ്ടപ്പോൾ, അവരോട് ഇടപെട്ടപ്പോൾ, ആ സമരത്തിന്റെ ഭാഗമായി നിന്നപ്പോൾ വിജയിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന് ചോദിച്ചില്ലേ? എല്ലാ കണ്ണുകളിലും കണ്ടത് ഉറച്ച ആത്മവിശ്വാസമായിരുന്നു. അവരുടെ ഏറ്റത്തെ ഡിറ്റർമിനേഷൻ അത് കണ്ണുകളിൽ കാണാമായിരുന്നു, അവരുടെ മുദ്രാവാക്യങ്ങളിൽ കാണാമായിരുന്നു, അവരുടെ കൈകളിൽ ഉയർന്നു നിന്ന ഭരണഘടനയുടെ പുസ്തകങ്ങളിൽ കാണാമായിരുന്നു, അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും സുഖദേവിന്റെയും ചന്ദ്രശേഖർ ആസാദിന്റെയും മഹാത്മാഗാന്ധിയുടെയും ബാബാ സാഹിബ് അംബേദ്കറുടെയും ചിത്രങ്ങളിൽ, അവരുടെ കൈകളിലിരിക്കുന്ന എഴുത്തുകളിൽ അത് കാണാമായിരുന്നു. എന്തിനേറെ, ഇന്ന് അല്പം മുമ്പ് ഞാൻ അവിടെ നിന്ന് ജന്തർ മന്ദറിൽ നിന്ന് ഇവിടേക്ക് നേരെ വന്ന് നിങ്ങളുടെ ചർച്ചയ്ക്കിരിക്കുകയാണ്. ഇന്നവിടെ ഇപ്പോഴും ഈ കണ്ണുകളിൽ ഇപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ എന്താണ്? ആ കണ്ട കാഴ്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ അവസാനിക്കുന്നില്ല, ഇനിയും മുന്നോട്ടുള്ള പോക്കിനുള്ള ഊർജമാണ് ഇവിടെ നിന്ന് ഞങ്ങൾ വാങ്ങുന്നത് എന്ന സ്നേഹത്തോടെ, അതിന്റെ സ്നേഹത്തോടെ അവർ പിരിയുകയാണ് അവിടെ നിന്ന്. അവർ അപ്പോൾ പിരിയുമ്പോഴും അവരുടെ ഉള്ളിലെ ആത്മവിശ്വാസം എന്നത് അവരുടെ കണ്ണുകളിൽ പ്രകടമാണ്, അവരുടെ മുദ്രാവാക്യങ്ങളിൽ പ്രകടമാണ്, അവരുടെ ബോഡി ലാംഗ്വേജിൽ പ്രകടമാണ്. അത്രയേറെ ആത്മവിശ്വാസം ഈ സമരത്തിന്റെ തുടക്കം മുതൽ ഇന്ന് ഈ സമരം വിജയിച്ചു പോകുമ്പോഴും അടുത്ത പോരാട്ടത്തിലേക്കാണ് ഞങ്ങൾ ഇതാ പോകുന്നത് എന്ന ആത്മവിശ്വാസം ഇന്ത്യൻ ചെറുപ്പത്തിന്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ അഭിമാനകരമായ കാര്യമായി ഞാൻ കാണുന്നത്. ഞങ്ങളുടെ എല്ലാം രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമായി ഇതിനെ കാണും, ആവേശഭരിതമായ നിമിഷമായി ഇതിനെ കാണും. ഇത് വലിയൊരു സർവകലാശാലയാണ്, എന്തൊരു ലേണിംഗ് ആണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഏറെക്കാലമായി ഇന്ത്യ എന്ന രാജ്യത്ത് എന്തായിരുന്നു ഇവർ ശ്രമിച്ചത്? കുറെ കാലങ്ങൾക്ക് മുമ്പ് ചോദിച്ചിരുന്നു ഒരാൾ, ആരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന്. അതിനുത്തരമായി അയാൾ തന്നെ പറയുന്നുണ്ട്, ഭയം, ഫിയർ. ഭയമാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഭയം, നിരാശ, നിസ്സംഗത, ഈ 3 വികാരങ്ങളുടെ തടവറയിലായിരുന്നു ഇന്ത്യ. ആ തടവറ പൊട്ടിച്ചാണ് ഇന്ത്യൻ ജനത തെരുവിലേക്ക് ഇറങ്ങിയത്. ലോകത്തെല്ലായിടത്തും ഇന്ത്യയുടെ തന്നെ ഭൂതകാലത്തിലും
ആ മുന്നേറ്റത്തിന്, ജനങ്ങളുടെ ജനകീയ മുന്നേറ്റങ്ങൾക്ക് നേതൃനിരയിൽ നിന്നത് യൗവനമായിരുന്നു, ചെറുപ്പമായിരുന്നു. ഇന്ത്യയിലെ 1787 ആരംഭിച്ച ആദ്യത്തെ സർവകലാശാലകളാണ് ഇന്ത്യയെ സ്വാതന്ത്ര്യമെന്ന സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചത്. അവരായിരുന്നു ഇന്ത്യയിൽ അലയടിച്ചുയർന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ബീജം എവിടെ നിന്നായിരുന്നു? ആരായിരുന്നു അവർക്ക് ഉപദിഷ്ടമായ നേതൃത്വമായി മാറിയത്? അന്നത്തെ യൗവനമായിരുന്നു, അന്നത്തെ കലാലയങ്ങളായിരുന്നു, സർവകലാശാലകളായിരുന്നു, അന്നത്തെ കൗമാരമായിരുന്നു. ഇതാ ഇന്നത്തെ കൗമാരം ഭയത്തിന്റെ, നിശബ്ദതയുടെ, നിസ്സംഗതയുടെ തടവറയിൽപ്പെട്ടു പോയ ഒരു തലമുറ. എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എന്തു ചെയ്യാനാണ് എന്ന് പറഞ്ഞു തന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ആവേശഭരിതമായി ഇതാ ഇനി സാധ്യമാണ്, അനദർ വേൾഡ് ഈസ് പോസിബിൾ, മറ്റൊരു ലോകം സാധ്യമാണ്, മറ്റൊരു ഇന്ത്യ സാധ്യമാണ്, മെച്ചപ്പെട്ട ഇന്ത്യ സാധ്യമാണ്, നമ്മൾ ഈ പോർമുഖം വിജയിക്കുക തന്നെ ചെയ്യുമെന്ന ഡിറ്റർമിനേഷനോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി അവർ തെരുവിലേക്ക് ഇറങ്ങി. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം കടമ്പകളാണ് കടന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ ഈ പോരാട്ടം ആരംഭിക്കുമ്പോൾ ഒരു മീംസിലൂടെ, ഒരു ക്യാമ്പയിനിലൂടെ ആരംഭിച്ചു, സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൂടെ ആരംഭിച്ചു. ആ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളെ ആകെ അവർ ഇല്ലാതാക്കി, ആ പ്ലാറ്റ്ഫോമുകളെയൊക്കെ പൂട്ടിച്ചു. അധികാരത്തിന്റെ ഇന്നിപ്പോൾ പോയിട്ട് JP നഡ്ഡയും ഒരു സഹമന്ത്രിയും അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഈ മര്യാദ രാമന്മാരായിരുന്നില്ല ഇതിന്റെ തുടക്കത്തിൽ. ഇവർ എല്ലാ ഫാസിസ്റ്റ് പ്രവണതകളും ഉപയോഗിച്ചു. ഇനി ഇവരെ ദേശവിരുദ്ധരെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ അവർക്ക് ആദ്യമേ പിന്തുണ കൊടുത്തു. ഇന്ന് ഞാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെയും ബ്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് അതിനുള്ള ദിവസമല്ല. വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ ചർച്ചകളിൽ നമുക്കതാവാം, പക്ഷെ ഇന്ന് അതിനുള്ള ദിവസമല്ല. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇതിന്റെ ആദ്യം മുതൽ ഈ വളരെ കൃത്യമായ പൊളിറ്റിക്കൽ സെൻസോടുകൂടി ഇതിലിടപെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പേര് CPIM എന്നാണ്. ഇതിലിടപെട്ട പൊളിറ്റിക്കൽ ബ്ലോക്ക് അത് ലെഫ്റ്റ് പൊളിറ്റിക്കൽ ബ്ലോക്കാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് ഉണ്ടാകേണ്ടത് എന്നതിന്റെ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തപ്പെട്ടതാണ്. ഞങ്ങൾ അതിനിറങ്ങിയപ്പോൾ ഞങ്ങൾക്കുതിരെ എന്തൊരു ക്യാമ്പയിനായിരുന്നു. ഗോദി മീഡിയയുടെ ഏറ്റവും വലിയ ലീഡർ, അതിന്റെ ഗോദി മീഡിയയുടെ പോസ്റ്റർ ബോയ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അർണബ് ഗോസ്വാമിയുടെ ചാനൽ റിപ്പബ്ലിക് എന്തായിരുന്നു പറഞ്ഞത്? ഞങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ, CPIയുടെ ജനറൽ സെക്രട്ടറിയെ, ലെഫ്റ്റിനെ, CPIMനെ ചൈനീസ് ചാരന്മാരെന്ന് വിളിച്ചില്ലേ? എന്ന് ചോദിച്ചു പോകുന്ന പ്രതിനിധിയെ നമുക്ക് കാണാമായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ഫ്രെഡി ഫ്രാൻസിസ്, ഒന്ന് ആദ്യം പറയാനുള്ളത് അഭിനന്ദനമാണ്. ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ഒരുപാട് വലിയ വലിയ ആരോപണങ്ങളാണ് കേൾക്കേണ്ടി വന്നത്. തീവ്രവാദികൾ, ദേശവിരുദ്ധർ, വിദേശ ഫണ്ട് സ്വീകരിക്കുന്നവർ, ലൈംഗിക സ്വത്വത്തിന്റെ പേരിൽ അപമാനിക്കൽ, ഇങ്ങനെ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ അനവധിയാണ് CJPയുടെ സമരത്തിലും അതിനൊപ്പം ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവിടെ അണിനിരുന്ന മുഴുവൻ ആളുകൾക്കും നേരിടേണ്ടി വന്നത്. അങ്ങനെയുള്ള പല പല ആരോപണങ്ങളാണ്. അതിനെല്ലാം ശേഷമാണ് നോക്കൂ, ഇപ്പം സോനം വാങ്ചുക് അദ്ദേഹം ലഡാക്കിലൂടെ ചൈനയ്ക്ക് ഇന്ത്യയിലേക്ക് വഴി കാണിക്കുമെന്ന പ്രചാരണം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ സമരം അവസാനിപ്പിക്കാൻ പോയി നിൽക്കുന്നത് കേന്ദ്രമന്ത്രിമാരാണ്. അപ്പോൾ അദ്ദേഹം അവർക്ക് ദേശവിരുദ്ധരായി മാറുന്നില്ല. ദേശവിരുദ്ധരെന്ന് വിളിച്ച് ഈ സമരക്കാർക്ക് മുന്നിലേക്ക് വീണ്ടും ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന് വിളിക്കേണ്ടി വരുന്നുണ്ട്. ഇന്ന് അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ദേശവിരുദ്ധ പട്ടം മാറിയിരിക്കുന്നു. ഇനി എന്താണ് CJPയുടെ രാഷ്ട്രീയ പരിപാടി? എങ്ങനെയാണ് ഈ സമര വിജയത്തെ കാണുന്നത്? മാധു, ഞാൻ ചോദ്യം നോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ ഉത്തരം പറയുന്നില്ല. ഞാൻ വലതുപക്ഷ നിരീക്ഷകനായിട്ടുള്ള സാറും കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ ഉത്തരം പറയാം. ശരി, അങ്ങയുടെ ചോയ്സ് ആണ്. ശ്രീ അഷികബു, കേരളം വലിയ പിന്തുണയാണ് നൽകിയത്. കഴിഞ്ഞ ദിവസം ശ്രീ ദീപ്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു, കേരളത്തിലെ യുവാക്കൾ നൽകിയ പിന്തുണ അദ്ദേഹത്തിന്റെ ഹൃദയം നിറച്ചു എന്നത്. മറ്റെവിടെയും കാണാൻ കഴിയാത്തതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വലുത് നിരീക്ഷകരൊക്കെ പറഞ്ഞിട്ട് രാജ്യത്ത് മറ്റുള്ളവർക്കൊന്നും ഈ വിഷയത്തിൽ താല്പര്യമില്ല, അവിടുത്തെ മീഡിയയ്ക്ക് പോലും താല്പര്യമില്ല, ജനങ്ങൾക്കത് കാണേണ്ടതില്ല. പക്ഷെ കേരളത്തിന് കണ്ണും കാതും ഉണ്ടായിരുന്നു. ആ കണ്ണുകളിലേക്ക് കാഴ്ചകളും കാതുകളിലേക്ക് സന്ദേശങ്ങളുമായി എത്തി അണിനിരന്നവരിൽ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഭയമില്ല എന്നൊരു വിളിച്ചു പറയലായിരുന്നു വീണ്ടും. തീർച്ചയായിട്ടും ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഭയത്തിന്റെ അന്തരീക്ഷം വർഷങ്ങളായി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അത് പൊളിച്ചു കളഞ്ഞു തന്നെയാണ്. അതിനു മുന്നേ എനിക്ക് ഈ പാനലില് കോമ്രേഡ് A റഹീമിനെ ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുകയാണ്. ഞങ്ങൾക്കാർക്കും നേരിട്ട് ആ സമരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. സമരം തുടങ്ങിയ ആ സമയം മുതൽ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ MP മാരെല്ലാവരും, നേതാക്കളും MA ബേബി അടക്കമുള്ള സഹാക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. വലിയ അഭിമാനം തോന്നി നിങ്ങളെ ഓർത്ത്. താങ്ക് യു. പറഞ്ഞ പോലെ ഒരു ഭയത്തിന്റെ അവസ്ഥയാണ് വർഷങ്ങളായിട്ട് നമുക്ക് ഇന്ത്യയിലുള്ളത്. നമുക്ക് വിമർശിക്കുക പോയിട്ട്
ഒരു വാക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിരുന്നു. നമ്മളെല്ലാവരും, നമ്മുടെ ജനറേഷനിൽപ്പെട്ട എല്ലാ മനുഷ്യരും തന്നെ ഈ ഭയത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് വളരെ നിഷ്കളങ്കരായ കുട്ടികൾ റോഡിൽ ഇറങ്ങി നിൽക്കുകയും അവർക്ക് ശരിയെന്ന് തോന്നിയ ഒരു രാഷ്ട്രീയ വിഷയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് 4 വർത്താനം പറഞ്ഞപ്പോൾ കഴിഞ്ഞു ഈ പറയുന്ന ഭയത്തിന്റെ സിറ്റുവേഷൻസ്. കപടതയോടും യാന്ത്രികമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന രാഷ്ട്രീയ എന്താ പറയുന്ന ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയോടും ഇന്നത്തെ യുവതലമുറ നോ എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ പലത ഇമേജ് പ്രതീതി നിർമ്മാണം എന്ന് പറയുന്ന പല കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറ്റില്ല എന്ന് കുട്ടികൾ പറഞ്ഞപ്പോൾ അത് രാജ്യം ഏറ്റെടുക്കുകയായിരുന്നു. അത് വലിയ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയും സന്തോഷവും ഉള്ള ഒരു ദിവസമാണ്. ഈ പറയുന്ന ഭീതിയുടെ അവസ്ഥ ഈ കുട്ടികൾ തന്നെ 4 മീമുകളിലൂടെ തന്നെ അത് പൊളിച്ചു കളഞ്ഞു. അതിൽ വലിയ ആശ്വാസമുണ്ട്. ശരി, ശ്രീ ഡോക്ടർ ജയപ്രസാദ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയത്തിൽ ചർച്ചയ്ക്കിരുന്നിട്ടുണ്ട്. അന്ന് അങ്ങ് പറഞ്ഞത് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, രാജിവെക്കുന്ന ഒരു കീഴ്വഴക്കമില്ല എന്നുള്ളതാണ്. ഇന്ത്യക്ക് നോ റെസിഗ്നേഷൻ പോളിസി എന്നൊന്നു പോലും ഉണ്ടായിരുന്നു. എന്താരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും രാജിവെച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കാണേണ്ടതില്ല എന്നൊരു തീരുമാനം നടപ്പിലാക്കിയ കാലഘട്ടം കൂടിയാണ് കഴിഞ്ഞു പോയത്. എന്നിട്ടും രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെയും അങ്ങോട്ട് പറഞ്ഞു, ധാർമ്മികത ഏറ്റെടുത്ത് രാജിവെക്കാമല്ലോ എന്നുള്ളത്. ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ ധാർമ്മികത ഏറ്റെടുത്ത് രാജിവെക്കാമല്ലോ എന്ന് ചോദിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ നിങ്ങൾ രാജിവെച്ചില്ലേ, നിങ്ങൾക്ക് രാജിവെക്കേണ്ടി വന്നില്ലേ എന്ന് മറ്റുള്ളവർക്ക് ചോദിക്കാം. പക്ഷെ അപ്പോഴും രാജിവെക്കേണ്ടി വന്നു എന്നത് പ്രധാനമാണ്. ഈ സമരത്തിന് അതിന് വിജയത്തോടുകൂടി അല്ലാതെ പരിസമാപ്തിയിലേക്ക് എത്താൻ കഴിയാത്തത്ര ധാർമ്മിക മൂല്യമുണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ടോ? ഞാനിതിനെ 4 തരത്തിലാണ് കാണുന്നത്. ഒന്ന്, 22 ലക്ഷം വിദ്യാർത്ഥികൾ അവരുടെ കുടുംബാംഗങ്ങളെ നേരിട്ടും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ കൺസേൺ ഉണ്ടായ ഒരു വിഷയത്തിൽ ഇന്ത്യയിലെ ഭരണകക്ഷിയും അല്ലെങ്കിൽ മുഖ്യധാരാ പ്രതിപക്ഷവും പരാജയപ്പെട്ട സ്ഥലത്ത് അരാഷ്ട്രീയമെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പാർട്ടി എന്നുള്ള തലത്തിൽ CJP എന്നുള്ളൊരു പാർട്ടിയുടെ ബാനറിൽ നടത്തിയ സമരം ആദ്യം എല്ലാവരും അവഗണിച്ചെങ്കിലും അത് പിന്നീട് ജനകീയമായി മാറുകയും സർക്കാരുമായിട്ടുള്ള ചർച്ചയിൽ അവർ മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങളും അംഗീകരിക്കുകയും ചെയ്ത ആ പാർട്ടിക്കും അതിൻ്റെ നേതൃത്വത്തിനും എൻ്റെ അഭിനന്ദനങ്ങൾ. രണ്ടാമതായി, അനാവശ്യമായ ഈഗോ വെച്ച് പുലർത്താതെ ഈ സമരത്തിൻ്റെ മുന്നിൽ വെച്ച വിഷയങ്ങളിൽ അത് ജെനുവിനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ എടുത്ത തീരുമാനവും മന്ത്രിയുടെ രാജിയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം RSSൻ്റെ ചീഫും മുരളി മനോഹർ ജോഷിയെ പോലെയുള്ള സമ്പന്നരായ നേതാക്കളും ഒക്കെ ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ വളരെ അനുഭാവപൂർവമായ സമീപനം എടുത്ത് ഓർമ്മിക്കുന്നു. മൂന്നാമതായി പറയേണ്ടത്, ഇതുപോലുള്ളൊരു ജനകീയ വിഷയം വന്നപ്പോഴേ ചടങ്ങിന് SFIയും KSUവും കോൺഗ്രസും ഒക്കെ സമരം നടത്തിയത് ഒഴിച്ചു കഴിഞ്ഞാൽ അവരാരും കാര്യമായ രീതിയിൽ ഈ സമരത്തിൽ മുൻനിരയിൽ വന്നിരുന്നില്ല. ചടങ്ങ് സമരങ്ങൾ നടത്തിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൂൺ 17-ാം തീയതി കോട്ടയിലെ പ്രതിഷേധ സമരത്തിന് ശേഷം നമ്മുടെ പ്രതിപക്ഷ നേതാവ് 20 ദിവസം ഈ രാജ്യത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം ലോകത്തെവിടെയാണെന്ന് പോലും ആർക്കും അറിയാമായിരുന്നില്ല. പിന്നീട് ഈ 20-ാം തീയതിക്ക് ശേഷമാണ് അദ്ദേഹം ഈ സമര പന്തലിലോ അല്ലെങ്കിൽ സമരവുമായി ബന്ധപ്പെടുന്നത്. അതുപോലെ തന്നെ ഇടതുപക്ഷവും അവർക്ക് അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. കാരണം ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള ഒത്തുതീർപ്പ് ചർച്ചയിലോ മറ്റ് വ്യവസ്ഥകളിലോ സർക്കാർ ഒരുപക്ഷെ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് കിട്ടേണ്ട ഒരു ചാൻസ് അവർ നിഷേധാത്മകമായ സമീപനമുള്ള രാഹുൽ ഗാന്ധിയുടെ സമീപനം കൊണ്ട് പ്രതിപക്ഷത്തിന് കിട്ടേണ്ട ഒരു ചാൻസ് പാറ്റകൾ കൊണ്ടുപോയി എന്നുള്ളതാണ്. നാലാമതായി, നേപ്പാളിലും ബംഗ്ലാദേശിലും ഉണ്ടായതുപോലെയുള്ള ഒരു വിപ്ലവം സ്വപ്നം കണ്ട ഒരുപാട് വൈദേശിക മീഡിയ ഉണ്ട്. ഞാൻ ഇൻ്റർനാഷണൽ മീഡിയ, വിശേഷിച്ച് ന്യൂയോർക്ക് ടൈംസ്, BBC, അൽ ജസീറ തുടങ്ങിയിട്ടുള്ള ആളുകൾ, അതുപോലെയുള്ള മറ്റ് ഡീപ് സ്റ്റേറ്റ് അവരുടെ ഏജൻറ്റുമാർ, അതുപോലെ ഡൽഹിയിലേക്ക് വണ്ടി കയറിയ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടെ മോഡിക്കെതിരായ ഒരു യുദ്ധത്തിന് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട അവരുടെ നിരാശയിൽ ഞാൻ അനുശോചിക്കുന്നു. ഇതാണ് എനിക്ക് അടിസ്ഥാനപരമായി പറയേണ്ടത്. പക്ഷേ നമ്മളിവിടെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്ത് ഇനി ഒരു പരീക്ഷയും, അത് PSC പരീക്ഷകൾ ഉൾപ്പെടെ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ഇതുപോലെ കുട്ടികളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചാണ്, എൻ്റെ 2 മക്കളും നീറ്റ് UG PG പരീക്ഷ കഷ്ടപ്പെട്ട് പഠിച്ചവരാണ്. എനിക്കിതിൻ്റെ വേദനയേറെ ഒരു പാരൻ്റ് എന്നുള്ള നിലയിലും അധ്യാപകൻ എന്ന നിലയിലും. അതുകൊണ്ട് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കുറ്റമറ്റ രീതിയിൽ
ഇത്തരം പരീക്ഷകൾ നടത്തുന്നതിനുള്ള വ്യവസ്ഥയുണ്ടാവണം. അതുപോലെ PSC പരീക്ഷകൾ നമുക്കറിയില്ല, കേരളത്തിലെ PSC പരീക്ഷകൾ അതിപ്പോ കുറ്റമറ്റ രീതിയിൽ ഈ പരീക്ഷ നടത്താനുള്ള സംവിധാനം ഇവിടെയുണ്ട്, നിയമം ഇവിടെയുണ്ട്. ഇനി കുറ്റമറ്റ രീതിയിലല്ല ആ പരീക്ഷ നടത്തുന്നത് എങ്കിൽ അതിനെ നേരിടാൻ 2024 മുൻപ് നീറ്റ് ലീക്ക് ഉണ്ടായ സമയത്ത് 10 വർഷം തടവും 1 കോടി രൂപ പിഴയും ഏർപ്പെടുത്തുന്ന നിയമവും ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നിയമമില്ലാത്തതല്ല, നടപ്പിലാക്കാൻ ഇച്ഛാശക്തി ഇല്ലാത്ത ഉള്ള ഒരു സർക്കാർ ഇല്ലാത്തതായിരുന്നു ഇവിടുത്തെ പ്രശ്നം. ഇപ്പം അങ്ങ് ചോദിച്ചാലോ, രാഹുൽ ഗാന്ധി 10-20 ദിവസം എവിടെയായിരുന്നു എന്നത്? പാർലമെന്റ് ഇല്ലാത്ത സമയമാണല്ലോ. പാർലമെന്റ് കൂടിയ 4-5 ദിവസം ഉണ്ടായിരുന്നല്ലോ സാർ. പ്രധാനമന്ത്രി എവിടെയായിരുന്നു? പ്രധാനമന്ത്രി പാർലമെന്റ് കൂടുന്ന തിങ്കളാഴ്ച ദിവസം അദ്ദേഹം പത്രക്കാരോട് സംവദിച്ചു. അതിനുശേഷം പ്രസിനെ അഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് പാർലമെന്റിൽ പോകുന്നത്. പാർലമെന്റിലെ ഒരു തരത്തിലും പാർലമെന്റിലെ നടപടികൾ മുന്നോട്ട് പോകാൻ പ്രതിപക്ഷം പാർലമെന്റ് തുടങ്ങുന്ന ദിവസം പാർലമെന്റ് കവാടത്തിൽ വെച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. യുവാക്കൾക്ക് സ്വപ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. പ്രതിപക്ഷം ഈ സമരമുഖം മുഴുവൻ ഉയർത്തെ പാർലമെന്റിൽ അദ്ദേഹം അതിന് മറുപടി പറയാനെത്തിയോ? 4 ദിവസം എത്തിയോ? രാഹുൽ ഗാന്ധി പാർലമെന്റ് നടപടികൾ നടന്നില്ലല്ലോ. പാർലമെന്റ് നടപടികൾ ചർച്ച ചെയ്യാൻ നിങ്ങൾ അനുവദിച്ചിരുന്നോ? ഒരു പാർലമെന്റ് നടപടികൾ അല്ല, ഞാൻ രാഹുൽ ഗാന്ധിയെ പറയാൻ കാരണം നമ്മൾ സർക്കാരിനെതിരായിട്ടാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. സർക്കാരിനുണ്ടായ വീഴ്ച ചൂണ്ടിക്കാണിക്കേണ്ടത് മുഖ്യ പ്രതിപക്ഷമാണ്. അപ്പൊ ഇതുപോലുള്ള ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് പോലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിന് നേതൃത്വം നൽകേണ്ടത് ഒരുപക്ഷെ നിരാഹാര സമരം നടത്തേണ്ടത് അദ്ദേഹമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയായിരുന്നു. രണ്ടാമത്, കേന്ദ്ര സർക്കാരിനെ പോലെ തന്നെ നിഷേധാത്മകമായ സമീപനമാണ്. അതായത് പ്രതിപക്ഷം സമരം ചെയ്യാത്തത് എന്താ എന്ന് ചോദിക്കുമ്പോൾ സമരമേ ചെയ്യേണ്ടാത്ത തരത്തിൽ അനീതിക്കെതിരെ ആദ്യ നിലപാടും നടപടിയും എടുക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു. അദ്ദേഹം ധർമ്മേന്ദ്ര പ്രധാനെ വിളിച്ച് എന്താണ് നിങ്ങളുടെ വകുപ്പിൽ നടക്കുന്നത്, നിങ്ങൾ റിസൈൻ ചെയ്യൂ, ഉത്തരവാദിത്തം ഏറ്റെടുത്തതെന്ന് പറയേണ്ട ആരായിരുന്നു. അത് പറയാത്തടത്താണ് സമരം ഉണ്ടായത്. ഒന്ന്. രണ്ടാമത്തേത്, ശരി, രാഹുൽ ഗാന്ധി 10-20 ദിവസം ഉണ്ടായിരുന്നില്ല പാർലമെന്റ് നടക്കാത്ത സമയത്ത്. ഈ സമരം അതിന്റെ മൂർധന്യാവസ്ഥയിൽ വരുമ്പോൾ പ്രധാനമന്ത്രി എങ്ങനെയാണ് രാജ്യത്തോട് സംബന്ധിച്ചത്? എക്സിലൂടെ. അദ്ദേഹം പാർലമെന്റിൽ എത്താത്തതിന്റെ കാരണം എന്താണ് അങ്ങേക്ക് അറിയാമോ? അങ്ങേക്ക് പറയാമോ? അല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ എത്തിയില്ല എന്ന് പറയാം. പാർലമെന്റിൽ എന്തെങ്കിലും നടപടി, എന്തെങ്കിലും അവിടെ കഴിഞ്ഞ 5 ദിവസം പൂർണ്ണമായ സ്തംഭനമായിരുന്നു. നമ്മളെല്ലാവരും കാണുന്നതാണ്. പിന്നെ നമ്മൾ ഈ ചോദ്യത്തിന് എന്താണ് പ്രസക്തിയുള്ളത്? അതുകൊണ്ട് പാർലമെന്റ് പൂർണ്ണമായി നടപടിക്രമങ്ങൾ നടക്കുകയും സ്തംഭിച്ചത് അവിടെ പ്രധാനമന്ത്രിക്ക് ഒരു പ്രസ്താവന 12 വർഷമായിട്ട് ചർച്ച പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ ചർച്ച നടത്താതിരുന്നിടത്തും പിന്നീട് രാജി ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കാത്തതും കൊണ്ടാണല്ലോ സഭ മുന്നോട്ട് പോകാതിരുന്നത്. അവിടെ പ്രസ്താവന നടത്താൻ പ്രധാനമന്ത്രി എവിടെയായിരുന്നു? അല്ല മാധു, കഴിഞ്ഞ 12 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചർച്ചയും കാര്യമായി നടത്തില്ല. 12 വർഷം കൊണ്ടല്ല ഒന്ന് ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടായത്. നിങ്ങളൊരു പുതിയ കെട്ടിടം പടുത്തുള്ളൂ. അത് ശ്രീകോവിലായിരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യം അതിന് മുൻപുണ്ടായതാണ് സാർ. അവിടെ ജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും മറുപടി ഉണ്ടാകേണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന ദിവസം പ്രധാനമന്ത്രിമാരുണ്ടായിരുന്ന ഇടമാണ് പാർലമെന്റ്. അവിടെ എവിടെയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി? രാഹുൽ ഗാന്ധി നമ്മുടെ പാർലമെന്റില് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ടല്ലോ. അത് നമ്മൾ അത് മറച്ചു വെച്ചിട്ട് എവിടെയായിരുന്നു പ്രധാനമന്ത്രി? പാർലമെന്റിന് തടസ്സമുണ്ടായില്ലല്ലോ അദ്ദേഹം വരാതിരുന്നതിന് പേരിൽ. അദ്ദേഹം പാർലമെന്റ് പൂർത്തിയാകുന്നത് എന്തുകൊണ്ടില്ല? ഈ സമരം ഒത്തുതീർപ്പായത് തന്നെ പ്രധാനമന്ത്രിയുടെ കഴിവല്ലേ? നമ്മൾ ഈ സമരത്തെ നിഷേധാത്മകമായ സമീപനത്തിലൂടെ പ്രധാനമന്ത്രിയുടെ കഴിവ്. ഈ രാജ്യത്ത് പരീക്ഷ നടത്താൻ കൃത്യമായ രീതിയും പരീക്ഷാ മാൽപ്രാക്ടീസ് അത് നേരിടാൻ നിയമ നടപടിയും ഉണ്ടായിട്ടും ഈ പറയുന്ന 47 പേരെ ആരൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ. ഇന്ത്യയിൽ 47 പേര് സ്ഥിര ജോലിക്കാരായിട്ടില്ല. 47 പേരെ പുറത്താക്കിയവരിൽ 2024 ഈ പേപ്പർ ലീക്ക് നിയമം അവിടെ നിൽക്കട്ടെ, 24 പുറത്തിറക്കിയ 10 വർഷം തടവും 1 കോടി രൂപ പിഴയും ശിക്ഷിക്കുന്ന വകുപ്പിട്ട് കേസെടുത്ത ആരെങ്കിലും കുറിച്ച് അങ്ങേക്ക് അറിയാമോ? 47 പേരുടെ പേര് വിവരങ്ങൾ അങ്ങേക്ക് അറിയാമോ? ഒന്നും അറിയില്ല. പുകമറയാണ് പ്രധാനമന്ത്രിയുടെ കഴിവ്. ഒരു കാര്യം പറയാനാണ് അനുവദിക്കുന്നത്. അതായത് ഈ പരീക്ഷ 22 ലക്ഷം കുട്ടികളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഗവൺമെന്റിന്റെ ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് അത് ഒരു പുനർപരീക്ഷ നടത്തുക എന്നല്ല. അങ്ങനെ ജൂൺ 21-ാം തീയതി പുനഃപരീക്ഷ നടത്തുകയും കുറ്റമറ്റ രീതിയിൽ അതിൻ്റെ റിസൾട്ട് വരികയും അഡ്മിഷൻ പ്രോസസ്, അതായത് ജൂലൈ 16 റിസൾട്ട് വരികയും അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. സമാന്തരമായിട്ട്
കുറ്റവാളികളായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും നിയമത്തിൻ്റെ മുന്നിലേക്കും പോയി. 2024 പാസ്സായ നിയമത്തിൽ 3 മുതൽ 5 വർഷം വരെ തടവ് പറയുന്നുള്ളൂ. 1 ലക്ഷം മുതൽ 1 കോടി വരെയാണ് പിഴ പറയുന്നത്. അത് അത്രയും ഒരു ശക്തമായൊരു നിയമമെന്ന് പറയാൻ കഴിയില്ല. കുറച്ചുകൂടെ ശക്തമായൊരു നിയമം വരേണ്ടതുണ്ട്. കാരണം ഈ എക്സാമിനേഷനിൽ ചോദ്യപേപ്പർ ചേർന്നത് പൂർണ്ണ രൂപത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളുകൾ, അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സെറ്റ് ചെയ്തതിൽ പങ്കാളികളായ ആളുകൾ, അവർ സ്വകാര്യമായി ഈ നമ്മുടെ കോച്ചിങ് സെൻറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ അതിൻ്റെ ഏതാണ്ട് 90% ക്വസ്റ്റ്യൻസ് ചോർത്തിയതാണ് ചില ഭാഗങ്ങൾ, അത് പൂർണ്ണ രൂപത്തിലല്ല. അപ്പോൾ ആ തരത്തിൽ കുറ്റവാളികളെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ജനങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനൊരു പ്രതിവിധി എന്നുള്ള തലത്തിൽ പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തി എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടത്. മന്ത്രി രാജിവെച്ചതോടെ നമ്മൾ ചർച്ച ചെയ്ത മോറൽ റെസ്പോൺസിബിലിറ്റി 2024 പേപ്പർ ലീക്ക് ഉണ്ടായി, 2025 26 പേപ്പർ ലീക്ക് ഉണ്ടാകാതിരിക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ പ്രഥമമായ കൺസേൺ എന്ന് വിചാരിക്കുന്ന ജനാധിപത്യ ബോധ്യമുള്ള മനുഷ്യനാണ് ഞാൻ. അല്ലാതെ ഈ പേപ്പർ ലീക്ക് 26 വീണ്ടും നടന്നിട്ട് അതിന് പുനഃപരീക്ഷ നടത്തുകയാണ് സർക്കാരിന്റെ പ്രഥമമായ പരിഗണന എന്ന് പറഞ്ഞാൽ ഒത്തുപോകാൻ ബുദ്ധിമുട്ടാണ് സാർ. ശ്രീ ഫ്രെഡി ഫ്രാൻസിസ്, ഞാൻ അങ്ങയിലേക്ക് വന്നപ്പോൾ അങ്ങ് വലത് നിരീക്ഷകൻ കൂടി സംസാരിച്ചതിന് ശേഷം സംസാരിക്കാം എന്ന നിലപാടെടുത്തത് കൊണ്ടാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് പോയത്. ശ്രീ ഫ്രെഡി ഫ്രാൻസിസ്, ഒന്ന്, CJP ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 90 ദിവസത്തിനുള്ളിലാണ് രാജ്യത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു സമര വിജയം സ്വന്തമാക്കിയത്. ഇനിയുള്ള രാഷ്ട്രീയ പരിപാടികൾ എങ്ങനെയാണ്? കേന്ദ്ര തീരുമാനത്തിലേക്ക്, ഏറ്റവും അനിവാര്യമായ പ്രധാന രാജിയിലേക്ക് എങ്ങനെയാണ് ഈ പ്രൊട്ടസ്റ്റിനെ എത്തിക്കാൻ സാധിച്ചത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ഒരു മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആണ്. ജെൻസിക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. ഈ മൂവ്മെന്റ് ഭാഗമായിട്ട് ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളും അവരുടെ മാതാപിതാക്കളും അവരുടെ രക്ഷിതാക്കളും അവരുടെ കൂട്ടുകാരും അവരുടെ വീട്ടുകാരും അവർക്കറിയാവുന്നവരും ഇതുപോലെ എല്ലാവരും തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു CJP എന്ന് പറയുന്ന ആശയം ഉണ്ടായ അന്നത്തെ ദിവസത്തിന് ശേഷം ഫസ്റ്റ് കൊടുത്ത ഇന്റർവ്യൂ റിപ്പോർട്ടറിനാണ്. അന്ന് മലയാളത്തിലെ വേറെ ചാനലുകളൊന്നും ചർച്ചയ്ക്ക് പോലും മീൻസ് ഇതെടുത്തില്ലായിരുന്നു, ഈ ടോപ്പിക് എടുത്തില്ലായിരുന്നു. ഇപ്പോ ഞങ്ങൾ പാറ്റകളെല്ലാം ഇപ്പൊ നിങ്ങളുടെ ഈ സ്ട്രീമിംഗ് കണ്ടോണ്ടിരിക്കുവാണ്. ആൻഡ് വി ആർ സ്ട്രീമിംഗ് ഇൻ അവർ ഓൺ പ്ലാറ്റ്ഫോം. അപ്പോ ഇപ്പൊ അവരെന്നോട് ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ, എങ്ങനെയാണ് ചേട്ടാ അവിടെ ചിരിക്കാതെ ഇരിക്കുന്നേ എന്നാണ് എന്നോട് ചോദിച്ചത്. ഇപ്പൊ വലത് നിരീക്ഷകൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഡീപ് സ്റ്റേറ്റ് CIA ഏജന്റ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ എനിക്കിവിടെ ഇങ്ങനെ ചിരികൾ പൊട്ടി എറിയുവാണ്. ഇത് ഞാൻ ബെറ്റ് വെച്ചിട്ടാണ് കയറിയത് പിള്ളേരുടെ അടുത്ത്. ഈ ഒരു വാക്ക് പറഞ്ഞിരിക്കും. അപ്പോ പിള്ളേർ എന്റെ അടുത്ത് പറഞ്ഞു, PhD ഒക്കെ ഉള്ള സാറാണ്, ചിലപ്പോൾ പറയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും അത് പറഞ്ഞു. ഓക്കെ. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ രാവിലത്തെ പ്രസ് മീറ്റില് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എക്സ്റ്റേണൽ ഫണ്ടിങ് ഒന്നും ഇതുവരെ CJPക്കോ അതായിട്ട് ബന്ധപ്പെട്ട ആർക്കോ കിട്ടിയതായിട്ട് ഒരു തെളിവുമില്ല, ഒന്നുമില്ല. അപ്പോ PhD ഒക്കെ ഉള്ള സാറ് ഇതിന്റെയൊക്കെ സൈറ്റേഷൻ, അല്ലെങ്കിൽ താങ്കൾക്ക് കിട്ടുന്ന ന്യൂസിന്റെ സൈറ്റേഷൻ ഒക്കെ ഇടയ്ക്ക് നോക്കുന്നത് നല്ലതാണ്. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ട്. ആൻഡ് താങ്ക്സ് ടു കോമ്രേഡ് റഹീം, താങ്ക്സ് ടു ജിൻഡോ, താങ്ക്സ് ടു ഡയറക്ടർ ആഷിഖ് അബു. കോമ്രേഡ് റഹീം അവിടെ ആദ്യം മുതലുണ്ട്. ഇടതുപക്ഷ പാർട്ടികൾ, അതായത് എയ്സ, SFI, AISF, അവര് തുടക്കം മുതൽ അവിടെ ഉള്ളതാ. അതിപ്പോ വാങ്ചുക് സാറിനെ നിങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നതിന്റെ കൂടെ പറയേണ്ട ഒരു പേരും കൂടിയാണ് നേഹ ബോറ. ഇന്ന് നമ്മളുടെ ജെൻസിയുടെ വേറൊരു എന്താ പറയാ ക്രഷ്, അല്ലെങ്കിൽ നാഷണൽ ക്രഷ് ആയിട്ട് നേഹ ബോറ എന്ന് പറഞ്ഞൊരു ഐക്കണും കൂടി ഇന്ന് ഉണ്ട്. അപ്പോ ആ ഒരു പേര് വിട്ട് കളയരുത്. കാരണം ആ ഒരു പെൺകുട്ടിയും ഈ ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പട്ടിണി കിടന്നതാണ്, അല്ലെങ്കിൽ സത്യാഗ്രഹം ഇരുന്നതാണ്. അപ്പോ ആ പേര് വിട്ടു പോവരുത് എന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നു. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും താങ്ക് യു. ട്രേഡ് യൂണിയൻസ്, ലേബർ യൂണിയൻസ്, ട്രേഡ് യൂണിയൻസ്, എല്ലാ സംഘടനകളും നമ്മളോട് സഹകരിച്ചു, നമ്മളുടെ കൂടെ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഇതൊരു പരാജയമാണ്, ഇതൊരു വലിയൊരു പരാജയം കൂടിയാണ്. അതായത് കഴിഞ്ഞ 12 വർഷം നമ്മുടെ കേരളത്തിൽ, അല്ലെങ്കിൽ പോട്ടെ, ഇന്ത്യയുടെ അൽഗോറിതം അടക്കി ഭരിച്ച സംഘപരിവാർ IT സെല്ലിന്റെ ഏറ്റവും വലിയ പരാജയമാണ് നിങ്ങൾ ഇന്ന് കാണുന്നത്. അതിന് കാരണക്കാരായ ഒട്ടനവധി കുട്ടികൾ ഇപ്പോൾ ഇത് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പീപ്പിൾ ആർ സ്ട്രീമിംഗ്. സോ വെരി ഹാപ്പി ടു റെപ്രസെന്റ് ഓൾ ദ കോക്രോച്ചസ് ഹിയർ. ആൻഡ് ഇവരുടെ മതവിദ്വേഷം, ഈ ജാതി പരാമർശങ്ങള്, ഈ അല്ലെങ്കിൽ ഹെയ്റ്റ് നറേറ്റീവ്സ്, നുണകള്, ഇതിനെല്ലാം പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫാക്ട് ചെക്കേഴ്സ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫാക്ട് ചെക്കിംഗ് ഫേംസ് വരെ നമ്മളോട് സഹകരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. കേരളത്തിലുള്ളതും ബാംഗ്ലൂരുള്ളതും ഹൈദരാബാദിലുള്ളതൊക്കെ ആയിട്ട്. അപ്പോ
എല്ലാവർക്കും നോക്കൂ, വളരെ ശ്രീ നന്ദി. ഫ്രെഡ് ഫ്രാൻസിസ്, എല്ലാവരും കഴിഞ്ഞ ഇത് ദിവസം കാണുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ സംസാരിച്ചതിന്റെ ചില കാര്യങ്ങൾ, വിമർശിക്കപ്പെടേണ്ടുന്ന ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് CJP എന്ന് പറയാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലൈംഗിക സവിശേഷതകളുള്ള ആളുകൾ, അവിടെ സ്വത്ത് സവിശേഷതകളുള്ള ആളുകൾ ഒക്കെ വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇതാണ് CJP എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലയ്ക്ക് കാണാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇവരുടെ ഫണ്ടിംഗ് ആണ് CJP, ഇവരുടെ ബി ടീമാണ് CJP എന്ന് പറയാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഇത് നോക്കുമ്പം ഒരു ചുവട് അത് അതിനുള്ളിൽ തന്നെ ഇപ്പം നോക്കൂ, നിഹംഗുകൾ വന്ന സമയത്ത് നേരിയ തോതിൽ ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ ആ കുട്ടികൾക്ക് പരിക്കേൽക്കുന്നുണ്ടെങ്കിൽ സംരക്ഷിക്കുക എന്ന മനോഭാവത്തോടു കൂടി വന്നതാണ്. പക്ഷേ ചില പിശകുകൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചാപ്പ കുത്താൻ, ലേബൽ ചെയ്യാനുള്ള പലതരം ശ്രമങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഈ നൂൽപാലത്തിലൂടെ നടപ്പ് എത്രത്തോളം വലിയ പരീക്ഷണമായിരുന്നു? പേഴ്സണലി എന്നെ കുറെ അഫക്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി അതിപ്പോ പറയേണ്ടതില്ല, ന്യൂസിൽ പറയേണ്ടതില്ല. ഓക്കെ, അപ്പോ ഇതുപോലെ മുഖം കാണിച്ച് സംസാരിച്ച പലരുടെയും ജോലി ഇന്ന് ഇന്ത്യയിൽ പോയിട്ടുണ്ട്. ബാംഗ്ലൂർ ബേസ്ഡ് പലരുടെയും ജോലി പോയിട്ടുണ്ട്. നമ്മളുടെ കൂടെ പ്രവർത്തിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ ജെൻസി ആണ്, അല്ലെങ്കിൽ യൂത്ത് ആണ്. അപ്പോ ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വലിയ യുവതയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും ശബ്ദിക്കാനും മുമ്പോട്ട് വരാൻ സാധിച്ചതിൽ വളരെ നന്ദി. ആൻഡ് ഞാൻ വീണ്ടും പറയുന്നു, ഈ നുണ കൊണ്ട് കെട്ടുന്ന എല്ലാ കോട്ടകളും ഒരു ദിവസം വീഴും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ രാജി. തുടക്കത്തിൽ വരാം. ഇപ്പോൾ റാപ്പർ വേടൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. വേടൻ, അങ്ങയുടെ മാനേജർക്കും 190 ആളുകൾക്കുമെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധ സംഗമത്തിന്റെ പേരിൽ പോലീസ് കേസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അനുമതി വാങ്ങിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. ശരിയാണ്, നമുക്ക് ഈ പറയുന്ന ദില്ലിയിലെ കുട്ടികൾ നേരിടേണ്ടി വന്ന അതിക്രമം വെച്ച് നോക്കുമ്പോൾ, അവർ നേരിടേണ്ടി വന്ന ശാരീരികമായ അതിക്രമങ്ങൾ വെച്ച് നോക്കുമ്പോൾ, അനുഭാവം കാണിക്കുന്ന ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന നിയമപ്രശ്നങ്ങൾ അത് തുലോം ചെറുത് എന്ന് വിചാരിക്കാം. എന്നിരുന്നാൽ പോലും ഈ സമരം വിജയം കണ്ടു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന സന്തോഷം എത്രത്തോളമാണ്? തീർച്ചയായിട്ടും ചേച്ചി, നമ്മൾ മാത്രമല്ല, കേരളത്തിലെ പകുതിയിലധികം വരുന്ന ജനങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന്. കാരണം എനിക്ക് ഓർമ്മ വരുന്നത് ബാബാ സാഹേബ് അംബേദ്കറിന്റെ ഒരു കോട്ടാണ്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കടുവയുടെ ഒരു മുലപ്പാല് പോലെയാണ്. ആ മുലപ്പാല് കുടിച്ചവർക്ക് മാത്രമേ നല്ല ഉച്ചത്തിൽ ഗർജിക്കാൻ സാധിക്കുള്ളൂ. ആ വിദ്യാഭ്യാസം എന്ന് പറയുന്ന മുലപ്പാല് കുടിച്ച ഒരുപാട് വിദ്യാർത്ഥികളുടെ ഗർജനത്തിന്റെ മുന്നിൽ ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ്, അല്ലെങ്കിൽ ഈ രാജ്യദ്രോഹ ഗവൺമെന്റ് ഒട്ടുമടക്കി എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാവരെ പോലെ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു കാര്യം. ഇപ്പോ ഈ കാര്യത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആണ്. വിദ്യാർത്ഥികളുടെ ആവശ്യം ഗവൺമെന്റ് നിറവേറ്റി തന്നിരിക്കുന്നു. പക്ഷേ ഇത് നമുക്ക് തരുന്ന ഒരു വലിയ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് നമ്മളെ ഭയന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു മടിയും വേണ്ട. ഇതേ വിദ്യാഭ്യാസം മുലപ്പാല് കുടിച്ച ജനങ്ങള് ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ ഒരു നാൾ തെരുവിൽ വെച്ച് നേരിടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ചേച്ചി. ഐ എം സോ ഗ്ലാഡ്. എല്ലാവരെയും പോലെ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. തെരുവിൽ വെച്ചു തന്നെയാണ് സർക്കാരിന്റെ മിഷണറിയോട് ഈ നാട്ടിലെ യുവത്വം പോരടിക്കുകയും ചെയ്തത്. ഡോക്ടർ ജിൻഡോ ജോൺ, പുതിയ പ്രതിപക്ഷ പാർട്ടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇന്നിപ്പോൾ BJPയുടെ പല പോസ്റ്റുകളിൽ നിറയുന്നത്. അതായത് പ്രതിപക്ഷത്തെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് CJPക്ക് ഒരു രാഷ്ട്രീയമായ ഇടമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നത്. ഇത് നിങ്ങളുടെ ജയമല്ല, പ്രതിപക്ഷത്തിന്റെ ജയമല്ല, CJPയുടെ മാത്രം എന്ന് പറയുന്ന ക്രെഡിറ്റ് നിലവിൽ പെട്ടെന്ന് CJPക്ക് കൊടുക്കാനുണ്ടാകുന്ന BJPയുടെ താല്പര്യം എന്തായിരിക്കും? മാധു, ഇതിൽ ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റും വേണ്ട. കൃത്യമായിട്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ എല്ലാ ക്രെഡിറ്റും തെരുവിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്കുള്ളതാണ്. ഞങ്ങൾ അവരെ പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഇവിടെ വലത് നിരീക്ഷകനായിട്ടുള്ള ജയപ്രസാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഒരു തെറ്റായ ഒരു കാര്യം പറഞ്ഞു. രാഹുൽ ഗാന്ധി ജൂൺ 17 കോട്ടയിലെ സമ്മേളനം കഴിഞ്ഞ് പിന്നെ രാജ്യത്തുണ്ടായില്ലെന്ന്. അദ്ദേഹം പത്രം വായിക്കുന്നതിൽ ചെറിയ പ്രശ്നമുണ്ട്. ജൂലൈ 17 ഡെറാഡൂണിലും വിദ്യാർത്ഥികളുടെ റാലിയും പൊതുസമ്മേളനവും നടത്തിയ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് 10-20 ദിവസം രാജ്യത്തിന് പുറത്തായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വകാര്യ യാത്രകളുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും മറ്റേതെങ്കിലും നേതാക്കന്മാരുടെ യാത്രകളോ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കാതെ നിങ്ങൾ ഇതിൽ രാഷ്ട്രീയം പറയൂ എന്നുള്ളതാണ്. പുനഃപരീക്ഷ നടത്തി എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്ന ഒരു നേട്ടം. 47 ഉദ്യോഗസ്ഥരെ NTAയിൽ നിന്ന് പുറത്താക്കി. അവരുടെ നേതൃത്വത്തിലാണ് ഈ പുനഃപരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തിയത്.
എന്തിന്റെ പേരിലാണ് ഈ 47 പേരെ പുറത്താക്കിയത്? 83 ദിവസം മുമ്പ് ചോദ്യപേപ്പർ ചോർന്നിട്ടും ഇപ്പോൾ പുറത്താക്കിയ 47 പേരെ എന്തിനു സംരക്ഷിച്ചു? അവർ കുറ്റക്കാരായതിന്റെ പേരിലാണ് 47 പേരെ പുറത്താക്കിയെങ്കിൽ ആ കുറ്റക്കാരെ 83 ദിവസം സംരക്ഷിച്ചത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പല്ലേ? അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ ഉത്തരവില്ല. നരേന്ദ്രമോദി എന്താണ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യോത്തരത്തിന് നിൽക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് പാർലമെന്റിൽ മറുപടി പറയാത്തത്? എന്തുകൊണ്ടാണ് പാർലമെന്റിൽ നിന്ന് ഒളിച്ചു കളിക്കുന്നത്? ഇതിനൊന്നും ഒരു ഉത്തരവില്ല. ഇപ്പൊ ക്രെഡിറ്റ് കോൺഗ്രസിനല്ല, പ്രതിപക്ഷത്തിനല്ല, വേണ്ടെന്നേ. ഞങ്ങൾക്ക് ക്രെഡിറ്റ് അല്ല ആവശ്യം, ഞങ്ങൾക്ക് ഈ രാജ്യത്ത് മാറ്റമാണ് ആവശ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ മാധു, ഇതില് ഈ സമരത്തിന് തുടക്കം മുതലേ സമര രംഗത്ത് നിരവധി സംഘടനകൾ ഉണ്ടായിരുന്നു. NSU ഉണ്ടായിരുന്നു, SFI ഉണ്ടായിരുന്നു, യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പലരും നേരിട്ട് പോയിട്ടുള്ളവർ, പോകാത്തവരുണ്ട്, പല രീതിയിലാണ് അതിനെ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വേദി കൈയടക്കി അത് ഹൈജാക്ക് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, അതിന്റെ ക്രെഡിറ്റ് ആഗ്രഹിക്കുന്നില്ല. വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന, ആണി പതിച്ച ലാത്തി കൊണ്ട് അടിക്കുന്ന, പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്ന, അതിക്രൂരമായി മർദ്ദിക്കുന്ന, ലൈംഗിക അധിക്ഷേപവും അക്രമവും നടത്തുന്ന പോലീസിനെതിരെ നടപടി സ്വീകരിക്കണം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പോയി സമരം ചെയ്ത് മുഖത്ത് ചവിട്ടേറ്റ ആളുടെ പേരാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എന്നിട്ടും ഞങ്ങൾക്ക് ക്രെഡിറ്റ് വേണം. ഞങ്ങൾക്ക് ഇതിന്റെ ക്രെഡിറ്റ് അല്ല പ്രശ്നം, ഞങ്ങൾക്ക് ഇതിലെ തീരുമാനമാണ് വേണ്ടത്. നമ്മൾ കർഷക സമരം നടന്നപ്പോ, CAA വിരുദ്ധ സമരം നടന്നപ്പോ, SIR വിരുദ്ധ സമരം നടന്നപ്പോ, കാശ്മീരിന്റെ പദവി എടുത്തു കളഞ്ഞ സമരം നടന്നപ്പോ, ആർട്ടിക്കിൾ 370 വിരുദ്ധ സമരം നടന്നു, അത് റദ്ദാക്കിക്കൊണ്ടുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഞങ്ങൾ സമരം ചെയ്ത വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും തയ്യാറാകാതെ ഇതെല്ലാം കോൺഗ്രസിന്റെ പ്രൊപ്പഗാൻഡയാണ്, അമേരിക്കയുടെ ഫണ്ടിംഗ് ആണ്, സോറോസിന്റെ ഫണ്ടിംഗ് ആണ്, വിദേശ ഏജൻസികളുടെയാണ്, പാകിസ്ഥാൻ ചാരന്മാരാണെന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഒരു നൂലിന്റെ ഇട പോലും കൊടുക്കാതെ കൃത്യമായി പൊളിറ്റിക്കലി ഞങ്ങൾ ഈ സമരത്തെ അഡ്രസ് ചെയ്യാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഇതിന്റെ ക്രെഡിറ്റ് അല്ല ആവശ്യം. പുതിയ പാർട്ടി എന്നുള്ള രീതിയിൽ ക്രോക്രോച്ച് ജനതാ പാർട്ടി രംഗത്ത് വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയിൽ പാർട്ടികളുടെ എണ്ണം കൂടുന്നത് എപ്പോഴും ജനാധിപത്യത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുകയുള്ളൂ. ആ പാർട്ടികൾ BJPയുടെ NDAയുടെ ചേരിയിൽ പോയി ചേരാതിരുന്നാൽ മാത്രം മതി. മുൻപും പല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പല പാർട്ടികളും ഉണ്ടായിട്ടുണ്ട്, ആം ആദ്മി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ. അവരൊക്കെ എന്തായിരുന്നു അവസാനം സംഭവിച്ചതെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിലൊരു രാഷ്ട്രീയ കൗതുകം നിലനിൽക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ക്രോക്രോച്ച് ജനതാ പാർട്ടിയുടെ നിലപാട്, അവരെടുത്ത സമരത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. അതിന് എല്ലാ രീതിയിലും പിന്തുണയ്ക്കുന്ന നിലപാടല്ല ഇതുവരെ എടുത്തത്. അതിനപ്പുറത്ത് രാഷ്ട്രീയമായി പ്രത്യയശാസ്ത്രപരമായി അവരുടെ നിലപാട് എത്രത്തോളം സംഘപരിവാർ വിരുദ്ധമാണെന്ന് ഓരോ വിഷയത്തിലും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് നേരിടുന്ന ആൾക്കൂട്ട വേട്ട അടക്കമുള്ള വിഷയങ്ങൾ, ന്യൂനപക്ഷവും ദളിതരും നേരിടുന്ന അക്രമങ്ങൾ, രാജ്യത്തെ തൊഴിലില്ലായ്മ, പട്ടിണി, അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ രീതിയിലുള്ള ജനാധിപത്യ ധ്വംസനം, സുപ്രീം കോടതി അടക്കം, ഇലക്ഷൻ കമ്മീഷൻ അടക്കം ഹൈജാക്ക് ചെയ്യപ്പെടുന്ന, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥ, മോഷ്ടിച്ചെടുക്കുന്ന ജനാധിപത്യം, വോട്ട് ചോരി, ഇത്തരം വിഷയങ്ങളിലൊക്കെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ക്രെഡിറ്റ് വേണ്ട. പക്ഷെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന കാര്യത്തിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥി സമരത്തോടൊപ്പം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ കക്ഷികളും ഇന്ത്യ മുന്നണി കക്ഷികളും നടത്തിയ സമരം കൂടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തായാലും BJPയുടെ നേതാവല്ലേ രാജിവെച്ചത്, കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിയല്ലേ രാജിവെച്ചത്. യെസ്, ഓക്കെ. ഡോക്ടർ ജിൻഡോ ജോൺ, ഞാൻ തിരികെ എത്താം ശ്രീ എ റഹീം അംഗീകളിലേക്കാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ശ്രീ എ റഹീം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗാന്ധി സ്മൃതിയിലേക്ക് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നടത്തിയ ഒരു മാർച്ച്, അത് ആ നിമിഷം എന്ന് പറയുന്നത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തി എന്താണ് എന്ന് ഇന്ത്യൻ ജനാധിപത്യം നേരിട്ട് കണ്ട ഒന്നാണ്. അത് ഒരുപക്ഷെ നേതാക്കൾക്കപ്പുറത്ത് നിങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിൽ ഈ പറയുന്ന ബാരിക്കേഡുകൾ തകർത്ത് മാറ്റാനും പോലീസിനോട് നേരിട്ട് നിൽക്കാനും ഒക്കെ മുദ്രാവാക്യം വിളിച്ചുപോയ അണികളുണ്ടല്ലോ, അവർ പ്രസരിപ്പിച്ച ഒരു ആത്മവിശ്വാസവും ഒരു സമരതീക്ഷ്ണതയുമുണ്ട്, സമരാഭിമുഖ്യമുണ്ട്. അത് പോരടിക്കാനുള്ള കൂടുതൽ ശക്തി നേതാക്കൾക്ക് നൽകിയതും കൃത്യമാണ്. പക്ഷേ അന്നത്തെ ദിവസം രാത്രിയാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ ആ വീഡിയോ പുറത്തിറക്കുന്നത്. പ്രതിപക്ഷം ഒരുമിച്ചു നിന്നാൽ ഏറ്റവും കുറഞ്ഞത് അനീതിക്കെതിരായ ശക്തമായ സന്ദേശമാകും, കേന്ദ്രത്തിനത് കണക്കിലെടുക്കേണ്ടി വരും എന്നതെങ്കിലും ബോധ്യമാകുന്ന ഒരു കാര്യം കൂടിയാണ് നടക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും അതെ. ഇത് ഇപ്പോൾ വലതുപക്ഷ പ്രതിനിധി ഇവിടെ സംസാരിക്കുന്നുണ്ട്. നരേറ്റീവുകൾ ഇങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ്, പ്രതിപക്ഷ പാർട്ടികളവിടെ എന്നെല്ലാം അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. ചരിത്രം തീരെ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ അവർ സംസാരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ക്രെഡിറ്റ് ആർക്കൊക്കെയാണ് നിങ്ങൾ കൊടുക്കുക? പറയട്ടെ. അതെ 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 അത് ഒരിക്കലും ഇല്ലാതിരുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നവരാണ് അവർ. ഞാൻ പറയട്ടെ, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ആർക്കൊക്കെ ക്രെഡിറ്റ് കൊടുക്കും നിങ്ങൾ? പേരറിയാത്ത എത്രയോ മനുഷ്യരുണ്ട്. പ്രീതിലത വടേദാർ എന്നൊരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. മരിക്കുമെന്നുറപ്പായപ്പോൾ, പിടിയിലാകുമെന്നുറപ്പായപ്പോൾ ഒളിപ്പോരിനിടയിൽ അത് ഇന്ത്യക്കാർക്കും നായകൾക്കും പ്രവേശനമില്ലെന്നൊരു ബ്രിട്ടീഷ് ക്ലബ്ബിൽ എഴുതി വെച്ചപ്പോൾ
ആ ക്ലബിനകത്തേക്ക് ഇരച്ചു കയറി അക്രമം നടത്തി പിടിക്കപ്പെടുമെന്നായപ്പോൾ സൈനൈഡ് രുചിച്ച് മരിച്ചുപോയവളുടെ പേരാണ് പ്രീതിലത വടേർദാർ എന്ന ചെറുപ്പക്കാരി. അത് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ മുമ്പിൽ കീഴടങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയാണെന്ന് കരുതി. ബാജി റാവത്ത് എന്നൊരു ചെറിയ പയ്യനുണ്ട്, ഒരു ചെറിയ കുട്ടി, നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷി. അങ്ങേക്കറിയുമോ അവൻ പ്രതിനിധാനം ചെയ്തിരുന്ന പാർട്ടി ഏതാണെന്നറിയാമോ? ഭഗത് സിംഗിന്റെ, രാജ്ഗുരുവിന്റെ, സുഖദേവിന്റെ വിപ്ലവ വീര്യമുണ്ട്. അതുപോലെ അറിഞ്ഞുകൂടാത്ത എത്രയോ പേരുകളാണ്. നിങ്ങൾ എവിടത്തുകാരനാണെന്ന് എനിക്കറിയില്ല. തലശ്ശേരിക്കാരനായ ഒരു അനന്തൻ നായരുണ്ട്, അറിയോ താങ്കൾക്ക്? തലശ്ശേരിക്കാരനായ ഒരു അനന്തൻ നായർ രക്തസാക്ഷിത്വം വരിച്ചയാളാണ്. മദ്രാസിലെ സെന്റ് ജോർജ് ഫോർട്ടിൽ 4 ചെറുപ്പക്കാരെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടു നിർത്തിയ ഒരു പുലർച്ചയിൽ അത് ഫൗജ സിംഗ്, ബർദാൻ, അനന്തൻ നായർ എന്ന തലശ്ശേരിക്കാരൻ, വക്കം അബ്ദുൽ ഖാദർ എന്ന തിരുവനന്തപുരത്തുകാരൻ. വക്കം അബ്ദുൽ ഖാദർ പിന്നീട് INA ഹീറോ എന്നറിയപ്പെട്ടു. 5ാമതൊരാൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെടുമെന്ന് ഉറപ്പായി. പക്ഷേ ഒരു സാങ്കേതിക കാരണത്താൽ അദ്ദേഹത്തിന്റെ വധശിക്ഷ റദ്ദാക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേരാണ് ബോണിഫൈസ് ബി പെരേര. മാധു, എന്റെയും നിങ്ങളുടെയും ചില തിരുവനന്തപുരത്ത് കണിയാപുരത്തിനടുത്ത് ഈ അടുത്ത കാലം വരെ അദ്ദേഹം ജീവിച്ചിരുന്നു, ബോണിഫൈസ് ബി പെരേര. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മനുഷ്യരുടെ എല്ലാം പേരുകൾ നിങ്ങൾക്കറിയുമോ? ഇനിയും എനിക്കറിഞ്ഞുകൂടാത്ത, നമുക്കറിഞ്ഞുകൂടാത്ത എത്രയോ മനുഷ്യരുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ സമരം എത്രയോ മനുഷ്യരാണ് തെരുവിലേക്ക് ഇറങ്ങിയത്. ഞാൻ വളരെ സ്പെസിഫിക് ആയ ഒരു കാര്യം പറഞ്ഞു, ഇതിന്റെ വളരെ അക്കാഡമിക് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഗോദി മീഡിയ, ഭരണകൂടത്തിന്റെ വിവിധ തൂണുകൾ. അതിൽ നോക്കൂ, പാർലമെന്ററി സിസ്റ്റം. ഈ പാർലമെന്റ് സമ്മേളനത്തിലേക്ക് BJP വന്നത് അവർ പണം കൊണ്ട് പിടിച്ചെടുത്ത വലിയ യാന്ത്രികമായ ഭൂരിപക്ഷവുമായിട്ടായിരുന്നു. തൃണമൂലിനെ പിളർത്തി പിടിച്ചു, ആം ആദ്മി പാർട്ടിയെ പിളർത്തി പിടിച്ചു, ഒരുപാട് MPമാരെ അപ്പുറത്ത് കൊണ്ടുപോയി. എക്സിക്യൂട്ടീവ് അവരുടെ കയ്യിൽ. നിങ്ങൾ നോക്കൂ, ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ആശ്വാസകരമല്ലാത്ത പലതും പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടു. എന്നിട്ടോ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് ദി ഡെമോക്രസി, മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ, ഗോദി മീഡിയ, തങ്ങൾക്കെതിരായ ഒരു നരേറ്റീവും വരാതിരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ മാധ്യമങ്ങളെ അവരുടെ ചിങ്കിടി മുതലാളിമാരെ കൊണ്ട്, കോർപ്പറേറ്റുകളെ കൊണ്ട് വാങ്ങിച്ചു, വില പറഞ്ഞു. എല്ലാമായി എന്നല്ലേ കരുതിയേ? ഇവിടെ ആരാണ് ഈ സമരത്തിന്റെ നായകരാരൊക്കെയായിരുന്നു? ഈ സമരത്തിന്റെ നായകർ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. നിങ്ങളുടെ വലതുപക്ഷ നരേറ്റീവുകളെയെല്ലാം തകർത്തെറിഞ്ഞത്, നേരത്തെ ഇവിടെ ഫ്രെഡി പറഞ്ഞില്ലേ, കയ്യിൽ ഓരോ മനുഷ്യനും മാധ്യമ സ്ഥാപനമായി. ഓരോ മനുഷ്യനും അവരുണ്ടാക്കിയ കോണ്ടന്റുകളിലൂടെയാണ് ലോകത്തോട് പറഞ്ഞത്. അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടതാണ്. നിങ്ങൾ ഇത് പറയുമ്പോൾ, ഈ പോയിന്റ് ഓഫ് ടൈമിൽ ഈ സമരം വിജയിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, ഇതിന്റെ പിന്നിലേക്കുള്ള കുറേ ദിവസങ്ങൾ കാണേണ്ടതുണ്ട്. അതെവിടെയൊക്കെയാണ്? മണിപ്പൂരിന്റെ തെരുവിൽ ഇപ്പോഴും നിന്ന് പൊരുതുന്ന മനുഷ്യരുണ്ട്. ഇന്ന് ഈ സമരവീഥിയിൽ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. വിജയാഹ്ലാദം നടക്കുന്നതിനിടയിൽ കുറെ മനുഷ്യർ ഒരുമിച്ചു എന്ന് ജന്തർ മന്ദറിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു പ്ലക്കാർഡ്, ജസ്റ്റിസ് ഫോർ മണിപ്പൂർ എന്നാണ്. ഇപ്പോഴും അവർ പൊരുതുകയാണ് അവിടെ നിന്ന്. ആ മനുഷ്യരുടെ ചോരയുണ്ട്. എത്രയോ കാലമായി നിങ്ങൾ എത്ര പേരെ കൊന്നു തള്ളിയിട്ടാണ് കടന്നു വന്നത് ഈ അധികാരത്തിലേക്ക്, മതത്തിന്റെ പേര് പറഞ്ഞ്. അങ്ങനെ കുന്നുകൂടിയ കബന്ധങ്ങളിൽ ആ മനുഷ്യർ, ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, ആ മനുഷ്യരുടെയൊക്കെ പേരറിയുമോ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി, ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി പൊരുതി മരിച്ച മനുഷ്യരുണ്ട്, അനേകം പേരുണ്ട്. ഇവിടെ ഞാൻ പറയണ്ടേ ഈ പേരുകൾ? നിങ്ങൾ ഭയത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇവിടെ വെടികൊണ്ട് മരിച്ച ഗോവിന്ദ് പൻസാരയെ ഓർമ്മിക്കണ്ടേ? അതോടൊപ്പം തന്നെ ഗൗരി ലങ്കേഷിനെ ഓർമ്മിക്കണ്ടേ? എത്ര മനുഷ്യരാണ് ഈ കഴിഞ്ഞ കാലയളവിൽ? നിങ്ങൾ സ്റ്റാൻ സ്വാമിയെ ഓർമ്മിക്കണ്ടേ? നിങ്ങൾ തീവ്രവാദത്തിന്റെ, അർബൻ നക്സലൈറ്റ്സിന്റെ മുദ്രകുത്തി ജയിലിനകത്തിട്ട് നീറിച്ചു കൊന്നുകളഞ്ഞില്ലേ ഒരു മനുഷ്യനെ? അങ്ങനെ എത്ര പേരാണ്? അങ്ങനെ ഒരുപാട് പേർ ഇന്ത്യയിൽ പേരറിയാത്ത മനുഷ്യർ. ഈ നോക്കട്ടെ, ഇവിടെ നോക്കട്ടു, നിങ്ങൾ പുതിയ മുഖങ്ങൾ കാണുകയല്ലേ? ബോംബെയിലെ ഒരു മോഡൽ പാഞ്ഞു വരുന്ന ഒരു വാഹനം, പോലീസ് വാഹനം തടഞ്ഞു നിർത്തുന്ന, ഒരു കൈകൊണ്ട് തടഞ്ഞു നിർത്തുന്ന ധീരതയുടെ മുഖം കണ്ടില്ലേ? അടികൊണ്ടിട്ടും പിരിഞ്ഞു പോകാത്ത മനുഷ്യരെ കണ്ടില്ലേ? എത്രയാണ്? അവരുടെയൊക്കെ പേരറിയാമോ നിങ്ങൾക്ക്? ക്രെഡിറ്റിന്റെ കാര്യം പറയാണ്, ഇത് ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യമാണ്, ഇന്ത്യൻ ജനത നേടിയ വിജയമാണ്. ഒരു കാര്യം ഞാൻ വലതുപക്ഷ നിരീക്ഷകനോട് ഉറപ്പ് പറയുന്നു, നിങ്ങളെല്ലാം പഠിച്ചിറങ്ങുന്ന ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ ചെറിയ ഇട്ടാവട്ട ലോകത്തിരുന്നു കൊണ്ട് ഒരുപാട്, ആ പൊട്ടക്കണത്തിലിരുന്നു കൊണ്ട് ഒരുപാട് കിനാവുകളൊന്നും കണ്ടേക്കരുത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്ത് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് മാപ്പെഴുതി കൊടുത്ത ചരിത്രമേ അറിയാവൂ. അത് സ്വാതന്ത്ര്യ സമരത്തിലും അതെ, അതിനുശേഷം ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയായ അടിയന്തരാവസ്ഥക്കാലത്തും നിങ്ങൾ മാപ്പെഴുതി കൊടുത്ത കോംപ്രമൈസ് ചരിത്രമാണ് RSSനുള്ളത്, പോരാടിയ ചരിത്രമല്ല. ആ ചരിത്രം പേറുന്നവർ ജനാധിപത്യത്തെ വില കുറച്ചു കാണുന്നു. ഇന്ത്യൻ ജനാധിപത്യം കരുത്തു തെളിയിച്ചിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഒരു ബെറ്റർ ഇന്ത്യക്ക് വേണ്ടി, മെച്ചപ്പെട്ട ഇന്ത്യക്ക് വേണ്ടി, മെച്ചപ്പെട്ട നാളേക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഊർജം കിട്ടിയ ദിവസമാണിത്.
ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ശരി. ഞാൻ ഓക്കേ. വളരെ പ്രസക്തമായൊരു അവിടെ നിന്ന് ഇപ്പൊ പകർത്തിയെടുത്തൊരു ചിത്രമുണ്ട്. ഞാനിപ്പോ അത് പറയട്ടെ. ഇപ്പോഴത്തെ വാട്സാപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട സമയത്താണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒരു പെൺകുട്ടി അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഇപ്പൊ ഈ സമരത്തിന്റെ ലാസ്റ്റ് മൂമെന്റിൽ ഇപ്പൊ കണ്ടതാണ്, 1 down many more to go എന്നാണ്. 1 down many more to go. ഒരു ചെറിയ പെൺകുട്ടി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കാണ്. എന്റെ ഫോണിൽ തന്നെ ഞാൻ കൗതുകം തോന്നി പകർത്തിയ ഒരു ചിത്രം ഞാൻ ഇപ്പോൾ എന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കി. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണെന്നേ. ഇത് അവസാനിച്ചു എന്ന് ആര് കരുതി? നിങ്ങളെന്തോ ഉദാര മനസ്സതയോടെ അവസാനിച്ചിരിക്കുന്നു. തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ മഹാപോരാട്ടങ്ങൾ. ഇത് ഇവിടെ തുടങ്ങിയതല്ല. കർഷകരുടെ സമരങ്ങൾ, തല്ലുകൊണ്ട കർഷകർ, അസ്ഥി പൊളിഞ്ഞുപോയ കർഷകർ, അവരുടെ പേരറിയാമോ നിങ്ങൾക്ക്? അവരെല്ലാം നടത്തിയ പോരാട്ടമാണ്. കാലിൽ ഒരു ചെറിയ ചെരുപ്പ് പോലുമില്ലാതെ നാസിക്കിൽ നിന്ന് ചെങ്കൊടിയും പിടിച്ച് ബോംബെയിലേക്ക് നടന്നുപോയ കർഷകരുടെ സമരമുണ്ട്. മറന്നുപോയോ നിങ്ങൾ? രാജസ്ഥാനിൽ പൊരുതി മരിച്ച കർഷകർ, വെടിയേറ്റ് മരിച്ച കർഷകരുണ്ട്. ഇങ്ങനെ എല്ലാ മനുഷ്യരും, ആ മനുഷ്യരുടെ എല്ലാം പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ ഒരു ഘട്ടത്തിൽ ചരിത്രത്തിലും ലോകത്തെല്ലായിടത്തും നടന്നതുപോലെ യൗവനം, കൗമാരം അതിന്റെ ബാറ്റനെടുത്തു. അവർ തെരുവിലേക്ക് ഇറങ്ങി. അവർ കൂടുതൽ ഊർജം പ്രസരിപ്പിച്ചു. നിങ്ങൾ അവിടെ പതറി തോറ്റുപോയി. ലോകത്തെല്ലാ ഏകാധിപതികൾക്കും ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് വന്നിട്ടുള്ളത്. പോകേണ്ടതുണ്ട്. ശരി, ഞാൻ അങ്ങോട്ട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഇടപെടുകയും ചെയ്തത്. ജയപ്രസാദ്, അക്കൗണ്ടബിലിറ്റി എന്നൊന്നുണ്ട് എന്ന് കേന്ദ്രത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ലേ സമരം? അല്ല, തീർച്ചയായിട്ടും അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. അത് ജനാധിപത്യ സിസ്റ്റത്തിന് അനിവാര്യമാണ്. അതിന് ഒരു കാര്യം പറയേണ്ടത്, ശ്രീ എ റഹീമിൻ്റെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതുണ്ട്. ഞാൻ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞതിനോട് വ്യക്തിപരമായി ഞാനൊന്നും പറയുന്നില്ല. കാരണം അതെൻ്റെ സംസ്കാരമല്ലാത്തതുകൊണ്ട്, അവർക്കത് അനുവദിച്ചിട്ടുള്ളതുകൊണ്ട്, അവകാശമായതുകൊണ്ട് ഞാനതിൽ ഇടപെടുന്നില്ല. മറ്റൊന്ന്, ഈ 1942 കൽക്കട്ട തീസിസ് ഉണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം. മലയാളത്തിൽ അവൈലബിൾ ആണ്. അതൊന്ന് വായിച്ചു നോക്കണം. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാതെ, നെഹ്റുവിൻ്റെ സർക്കാരിനെ അംഗീകരിക്കാതെ 18 രാഷ്ട്രങ്ങളായിട്ട് വിഭജിക്കണമെന്നും അതുപോലെ തന്നെ അതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ അംഗീകരിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ 3 വർഷം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും നിരോധിച്ചിരുന്നു, കേരളം ഉൾപ്പെടെ 48 മുതൽ 51 വരെ. അതിനുശേഷം ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു എന്ന് എഴുതി കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് 51 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അംഗീകാരം കൊടുക്കുന്നതും പിന്നീട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കുന്നത്. ഈ ഒരു ചരിത്രം മനസ്സിലാക്കണം. 62 യുദ്ധസമയത്ത് ചൈനയെ പിന്തുണച്ച കാര്യം ഓർക്കണം. അതിൻ്റെ പേരിലാണ് പാർട്ടി പിളർന്നതെന്നും ഓർക്കണം. അടിയന്തരാവസ്ഥ, ഞാൻ കോളേജ് വിദ്യാർത്ഥിയാണ്. അന്ന് രണ്ട് അക്കാഡമിക് ഇയർ പൂർണ്ണമായിട്ട് 22 വർഷം SFIയുടെ ഒരു മുദ്രാവാക്യമില്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ RSSലേക്ക് ആകർഷിക്കുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജനാധിപത്യ സ്വാതന്ത്ര്യം അടിയന്തരാവസ്ഥയിൽ തകർത്തെറിഞ്ഞപ്പോൾ അതിനെതിരെ ജയിലിൽ പോയത്, നിങ്ങൾ കണക്കിലെടുത്തു, ഏറ്റവും കൂടുതൽ ജയിലിൽ പോയത് RSSകാരായിരുന്നു. 42ാം ഭരണഘടനയിലൂടെ ഭരണഘടനയെ തകർത്തതിനെ തിരിച്ച് പുനഃസ്ഥാപിച്ച 44ാം ഭരണഘടനയിലൂടെ ജനതാ പാർട്ടി ഗവൺമെൻറ്റിലെ, അതായത് വാജ്പേയിയും അദ്വാനിയുമുള്ള സർക്കാർ പുനഃസ്ഥാപിച്ച ഭരണഘടനയാണ് ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്നുകൂടെ ഓർക്കണം. അതിന് ആദ്യം ചെയ്യേണ്ടത് 42ാം ഭരണഘടന ഭേദഗതി ഒന്ന് വായിക്കണം. സുപ്രീം കോടതിയെ പോലും പൂർണ്ണമായിട്ട് അട്ടിമറിച്ച്, എല്ലാ തരത്തിലും പാർലമെന്ററി ജനാധിപത്യത്തെ അട്ടിമറിച്ച്, ജനാധിപത്യ അവകാശങ്ങളെ, മൗലിക അവകാശങ്ങളെ നിർദ്ദേശക തത്വങ്ങൾക്ക് പുറകിലാക്കി ആ തരത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തെ അംഗീകരിച്ച് തലകുനിച്ച് നിന്ന CPM 77 കേരളത്തിൽ ദയനീയമായി തോറ്റ ചരിത്രവും നിങ്ങൾ പഠിക്കണം. വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇതൊക്കെ വസ്തുത അല്ലെങ്കിൽ റഹീം എന്നെ തിരുത്തുക. അപ്പം അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഒരുപാട് സാഹിത്യം അങ്ങ് പറയും. പാർട്ടി ക്ലാസ് ഒരുപാട് സാഹിത്യങ്ങൾ പറയാം എന്നതിന്റെ പേരിൽ നിരോധനം നീക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കാൻ വേണ്ടി മഹാത്മജിയുടെ മരണത്തിന് ശേഷം നിരോധിക്കപ്പെട്ട ഒരു പാർട്ടിയിലേക്ക് ആകർഷകമായ രാഷ്ട്രീയ ശരി, അല്ല നമുക്ക് ആ ചർച്ചയിലേക്ക് വായിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ശരി, അല്ല നമുക്ക് ആ ചർച്ചയിലേക്ക് പോകാൻ സമയമില്ല. അതുകൊണ്ടാണ് ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകം കൂടി ഒന്ന് വായിക്കണം. ശരി. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ RSS എങ്ങനെയാണ് കോംപ്രമൈസ് ചെയ്തത് എന്നും സവർക്കർക്കു ശേഷം പിന്നീട് അന്നത്തെ RSSന്റെ സർസംഘചാലകർ മാപ്പെഴുതി ഇന്ദിരാഗാന്ധിയോട് അടിയറവ് പറഞ്ഞതെന്നും നിർജ റെഡ്ഡിയുടെ ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് ഒന്നെടുത്ത് വായിക്കണം കേട്ടോ. ശരി, എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാകുന്ന ശ്രീ ഫ്രെഡി ഫ്രാൻസിസ്, അങ്ങേക്ക് വേണ്ടി ചെയ്യാം. ഈ പറയുന്നത് പോലെ ഒരാൾ വീണു, ഇനി കൂടുതൽ ആളുകൾ പോകേണ്ടതുണ്ട് എന്ന രാഷ്ട്രീയ ദൗത്യമുണ്ടോ CJPക്ക്? ഒരു 50 വിക്കറ്റ് വീണു. വിക്കറ്റുകൾ ഏതൊക്കെ വീഴും നമുക്ക് നോക്കാം. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. നോക്കാം തലക്കെട്ടായി. ഡിബേറ്റ് വിത്ത് മാധു സജി.